എല്ലാവർക്കും നമസ്കാരം. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം ഇന്ന് വലിയ പ്രിപ്പറേഷൻ സാധിച്ചിട്ടില്ല. കാരണം നമ്മളുടെ ഇൻ്റർനെറ്റിൻ്റെ എന്തൊരു വിഷയമാണ്, എൻ്റെ ഭാഗത്തുള്ളതല്ല അല്ലാതെ. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ നടന്നില്ല. എന്തായാലും നമുക്കിന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ നമ്മൾ പറയണമെന്ന് വിചാരിച്ച വിഷയമാണ്, പക്ഷേ നടന്നില്ല. അപ്പോൾ അതിന്ന് നമ്മൾ പറയാമെന്നാണ് വിചാരിച്ചത്. ജർമ്മനിയിൽ നടന്നിട്ടുള്ള ഒരു സമാധാനം പൊട്ടിത്തെറിക്കുന്ന ഒരു സംഗതി, അതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചിലതൊന്ന് പരിശോധിക്കാം. അതിനുശേഷം നിങ്ങളിൽ കുറച്ച് പേർക്ക് സംസാരിക്കാനുള്ളൊരു അവസരവും അതിലൂടെ ഉണ്ടാവും അതിൻ്റെ അവസാന ഭാഗത്ത്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് വേണം കാണേണ്ടത് എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൂടാതെ ലൈക്കും ഷെയറും അതൊന്നും നിങ്ങൾ മറക്കണ്ട എന്നും കൂടി ഒന്ന് പറയുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്ത നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കേൾക്കാനിടയായി. അത് സംബന്ധിച്ചിട്ട് നമ്മളെല്ലാം പല കാര്യങ്ങളും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഈ സംഗതിയിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല കാര്യങ്ങൾ വരാറുള്ളത് എന്ന് നമുക്കറിയാം. അത് ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ചില ഒളിപ്പിച്ച് വെക്കലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ആ വാർത്തകൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവാം. അപ്പോൾ ഇത് വന്നിരിക്കുന്ന ചാനൽ നമ്മളുടെ ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ്, അതിലാണ് വന്നിരിക്കുന്നത്. ജർമ്മനിയിൽ കത്തി ആക്രമണം, 3 പേർ കൊല്ലപ്പെട്ടു, അക്രമിക്കായുള്ള തെരച്ചിൽ ഊർജിതം എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത. അപ്പോൾ വ്യാവസായിക നഗരമായ സോലിംഗൻ സ്ഥാപിതമായതിൻ്റെ 650-ാം വാർഷിക ആഘോഷത്തിനിടയ്ക്കാണ് അക്രമി എത്തിയത്. ഇത് ഓഗസ്റ്റ് 24-നാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഓഗസ്റ്റ് 26-ആണ്. പശ്ചിമ ജർമ്മനിയിലെ സോലിംഗൻ നഗരത്തിൽ ആഘോഷത്തിനിടെ ആണ് ആക്രമണം. 3 പേര് കൊല്ലപ്പെട്ടു. വെള്ളിയാഴ്ച വൈകുന്നേരം നഗരമധ്യത്തിൽ നടന്ന ആഘോഷത്തിനിടയിലായിരുന്നു ആക്രമണം. അജ്ഞാതനായ ഒരാൾ നിരവധി ആളുകളെ ആക്രമിച്ചതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ വിശദമാക്കുന്നത്. ഭീകരാക്രമണ സാധ്യത അടക്കം തള്ളാതെ അക്രമിയെ കണ്ടെത്താനുള്ള തെരച്ചിൽ വ്യാപകമാക്കിയിരിക്കുകയാണ് ജർമ്മനി. ഇതൊക്കെയാണ് അന്നത്തെ വാർത്തകൾ. അപ്പോൾ എന്തായാലും ഈ സംഗതി നമ്മൾ കണ്ടു. അതിനുശേഷം സ്വാഭാവികമായിട്ടും കൂടുതൽ വേട്ടക്കാർ. ഇത് കഴിഞ്ഞില്ല അല്ലേ? എല്ലായിടത്തും ഇതാണ് വിഷയം. ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളുടെ ഈ സുന്നത്ത് കർമ്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ അത് വാർത്തയാക്കി അതൊന്ന് ചർച്ചയാക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം ചാനലായ ജനം ടി വിയിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അറിയാതെ വന്നൊരു കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും ഹേമ കമ്മിറ്റിയുടെ പിന്നാലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എടുത്താൽ ആരും ശ്രദ്ധിക്കില്ല, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എടുക്കണ്ട എന്ന് പറഞ്ഞ് മാറ്റി. ഇനിയും വരുമല്ലോ, അപ്പോൾ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞ് വെച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, അത് ശരി, അപ്പോൾ നിങ്ങൾ ഇനിയും കുട്ടികൾ ഇതുപോലെ ചാവട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കണേ എന്ന് ഒരു ചോദ്യം. ഇതല്ലാതെ നമുക്ക് അവിടെ ഒന്നും വെക്കാനില്ല. അപ്പോൾ ഇതിൽ എപ്പോഴും ഈ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ ആളുകൾ ഇങ്ങനെ ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള വിഷയങ്ങൾ, അല്ലാതെ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ മണ്ണാങ്കട്ടയാണെന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ ഇന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന വിഷയങ്ങൾ ഏതു തന്നെ എടുത്താലും, ഇപ്പോൾ കമ്മ്യൂണിസം, മതം, ഇത് രണ്ടുമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നമ്മൾ എടുക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഈ സംഗതികൾ ഇവിടെ പ്രചരിക്കുന്നതിനും വഴി വെച്ചിട്ടുള്ളത് ആരാണ്? അത് മാധ്യമങ്ങൾ തന്നെയാണ്. ഇപ്പോൾ മതം എന്ന് പറയുന്നൊരു വിഷയം, അതിൻ്റെ അന്ധവിശ്വാസങ്ങൾ ഓരോ ദിവസത്തെയും പത്രങ്ങൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ മുകളിലത്തെ കോളത്തിലുണ്ടാവും എന്താണ് കണിയാറുടെ നമ്പർ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലുള്ള സംഗതികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. ഇനി റമദാൻ മാസം ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഉന്നക്കായുടെ ചിത്രവും അതിനെ പോരിഷയാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരാൾക്കും അറിയാൻ വഴിയില്ല. എന്നാൽ ഇതിനെയൊക്കെ പൊലിപ്പിച്ച് ഇത് എന്തോ ഒരു ഭംഗിയുള്ള സാധനമായിട്ട് ഇങ്ങനെ വർണ്ണക്കടലാസായി മാറുന്നു നമ്മളുടെ പത്രങ്ങൾ. ഇതാണ് സംഭവിക്കുന്നത്. പത്രം നമ്മൾ ഞായറാഴ്ചയൊക്കെ എടുത്തു കഴിഞ്ഞാൽ, വിവാഹ പരസ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മുഴുവൻ ജാതി മതം വേർതിരിച്ചിട്ടുള്ള ഇത്തരം കാഴ്ചപ്പാടുകൾ കുത്തി നിറയ്ക്കുന്ന പരിപാടി, ഇത് നോർമലൈസ് ചെയ്യുന്ന പരിപാടി, ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടതാണ് ജാതി വ്യവസ്ഥിതി. ജാതി വ്യവസ്ഥിതിയുടെ പോക്ക് എവിടം വരെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താഴ്ന്ന ജാതിക്കാരെ നമ്മൾ ജാതി വിവേചനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ബ്രാഹ്മണനും ശൂദ്രനും തമ്മിലുള്ള പ്രശ്നമാണ് നിങ്ങൾക്ക് ഓർമ്മ വരിക. സത്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു മേഖല എന്ന് പറയുന്നത് ജാതികൾക്കിടയിലുള്ള താഴ്ന്ന ജാതികളുടെ ഇടയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു ഉച്ചനീചത്വം, അത് കാണാൻ കഴിയും. അതായത് ഈഴവ യുവാവ്, ഈഴവ യുവതി, അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒരു ജാതിയുടെ താഴ്ന്ന ജാതിയുടെ പേര് പറഞ്ഞിട്ട് പറയും ഞങ്ങളുടെ മുകളിലേക്കുള്ളതോ അല്ലെങ്കിൽ ഞങ്ങളുടേതോ ആവണം, ഞങ്ങളുടെ താഴേക്കുള്ളത് വേണ്ട എന്ന് പറയുന്ന പരിപാടി. ഇതാണ് ഈ ജാതി വ്യവസ്ഥിതി എന്ന് പറയുന്ന അടിസ്ഥാനം, ഈ വിവേചനം.
ഇത് ഏത് ലെവലിലും കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ നോർമലൈസ് ചെയ്യുന്നതിന് വഴിവെച്ചത് ഇതാണ്, ഈ പത്രമാധ്യമങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ കാലം നമ്മൾ പതിയെ ഓവർകം ചെയ്യണം. അത് എളുപ്പമല്ല. എന്തായാലും ഇതിനോടകം തന്നെ കുറേയൊക്കെ സാധിച്ചിട്ടുണ്ട്. പല മാധ്യമങ്ങൾ പൂട്ടിപ്പോയിട്ടുള്ളതും പൂട്ടാനിരിക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ് എന്ന് നമുക്കിവിടെ പറയാം. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് ഇത് ഏത് രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ചില വാർത്തകൾ വേറെയും വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. ജർമ്മനിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ ആ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തു. അത് നമ്മൾ ഇതിവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ വാർത്ത ഇങ്ങനെ വായിച്ചു പോകുന്നതിനേക്കാൾ ഉപരി ഇതിനകത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുകൂടി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പണ്ടൊക്കെ നമ്മൾ വിശ്വാസിയായിരുന്ന സമയത്ത് ഇതുപോലെ ഒരു ആക്രമണം ഉണ്ടാവുന്നു, ഇപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇടിച്ചിടുന്നു, അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ അവർ ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ വിശ്വാസിയായിരിക്കും ആലേക്കും, ഇത് ആരാണ് ഈ ഏറ്റെടുക്കുന്നത്, ഇവരെവിടെ പോയിട്ടാണ് ഈ ഏറ്റെടുക്കുന്നത്, ഇവരുടെ ഓഫീസ് എവിടെയാണ്, ഇവരുടെ സംഘടന എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു സ്ഥാപനമൊക്കെ കാണുമല്ലോ, ഓഫീസൊക്കെ വേണ്ടേ, ഒരു ഫോൺ നമ്പർ, എങ്ങനെയാണ് ഇവർ ഏറ്റെടുത്തത് അറിയിക്കുന്നത്? കാരണം അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നുമില്ല, അന്ന് പത്രങ്ങളും ഒക്കെ ഉള്ളൂ. അപ്പോൾ എവിടെ വിളിച്ചായിരിക്കും ഇവർ അറിയിക്കുന്നത്? പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ തോറ ബോറ അതിനകത്ത് നിന്നും കാസറ്റിൽ റെക്കോർഡ് ചെയ്തിട്ട് ശബ്ദരേഖ പുറത്തു വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം. ഇതുപോലെയുള്ള പല പരിപാടികൾ ചെയ്തിട്ടാണ് ഈ അറിയിക്കലും ഏറ്റെടുക്കലും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് വരുന്ന സമയത്ത് നമ്മൾ ആലോചിച്ചിരുന്ന ഒരു കാര്യമാണ്, ഇത് ഇവർ തന്നെ ആയിക്കൂടെ, ഇപ്പോൾ അമേരിക്ക തന്നെ ഇങ്ങനെ ഏറ്റെടുത്തിട്ട് ഇത് അവരുടെ തലയിൽ വെച്ച് കെട്ടുന്നതായിരിക്കൂടെ എന്ന ഒരു ചിന്ത. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് എന്തായാലും അതൊക്കെ ചിന്തിച്ചിങ്ങനെ പോകുന്നതിൻ്റെ ഇടയിലാണ് ഐസിസ് എന്ന് പറയുന്ന ഒരു സംഘടന ഉയർന്നു വരുന്നതും അവർ ഇസ്ലാമിക് ഖിലാഫത്ത് അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവിടെ സിറിയ, ഇറാഖ് ആ ഭാഗങ്ങളായിട്ട് വന്നതും. അങ്ങനെ അത് നമ്മുടെ നാട്ടിലേക്ക് എൻ്റെ വിവരം വന്നപ്പോൾ ഞാനൊരു വിശ്വാസിയായിരിക്കുക, ഇത് കേട്ടിട്ട് നമുക്കൊക്കെ കുളിര് പോരുക ചെയ്തത്. അപ്പോൾ ഖിലാഫത്ത് നമ്മുടെ നാട്ടിൽ വരികയാണ്, ലോകത്ത് വരികയാണ്, അപ്പോൾ ഖുറാനിൽ പറഞ്ഞൊക്കെ ശരിയാണല്ലേ. അപ്പോൾ അതായത് നാളോടെ അടുക്കുമ്പോൾ ഇസ്ലാമിക ഭരണം വരും, ഇസ്ലാമിൻ്റെ കീഴിലേക്കെല്ലാം വരുമെന്ന് പറയുന്നത് ശരിയാണല്ലേ എന്ന് ചിന്തിക്കുകയും അതിനോട് ആദ്യം നമുക്കൊരു ആഭിമുഖ്യം, അതിനോടൊരു അത് ശരിയാണെന്ന് തോന്നാനും, അതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്, ആ പ്രതീക്ഷിച്ച സാധനമാണ് ഇപ്പോൾ വന്നത് എന്ന ഒരു സന്തോഷം നമുക്ക് ലഭിക്കുന്നൊരു അവസ്ഥയൊക്കെയായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമേരിക്ക വേട്ടയാടാൻ തുടങ്ങുന്നു, ആളുകളെ തല്ലിക്കൊല്ലുന്നതിൻ്റെ വാർത്തകൾ കേൾക്കുന്നു, ഇങ്ങനെയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഇത് ശരിയല്ല എന്ന് നമുക്ക് തോന്നുകയാണ്. നമ്മൾ ബാഗ്ദാദിയുടെ കഥയൊക്കെയാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പോയി അതിനൊക്കെ ശേഷം പിന്നെ നമ്മൾ മതം വിടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. യഥാർത്ഥ മുസ്ലിം ഐസിസ് ആണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ, ഇപ്പോൾ നമ്മളെ ഹലോ ഫ്രീ തിങ്കർ ഗ്രൂപ്പിൽ ഇതേപോലെ ചർച്ച നടക്കുന്ന പോലെ അന്ന് ഏതോ ഒരു ഡിബേറ്റ് ഗ്രൂപ്പ്, എനിക്ക് തോന്നുന്നു യാഹൂന്നോ അങ്ങനെ കണ്ടാണ് അതിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ, അതോ വേറെ ഏതോ അങ്ങനത്തെ കുറേ ആളുകളുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ചർച്ച നടക്കുന്ന ഇങ്ങനെ കേൾക്കുകയാണ്, വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെവിയിൽ ഇങ്ങനെ ഓഡിയോ കേൾക്കുക. അപ്പം ടെലഗ്രാമിൽ നിങ്ങൾക്കറിയാലോ, ഒരു ഓഡിയോ പ്ലേ ചെയ്യാൻ തുടങ്ങി അതിങ്ങനെ നിരന്തരം പ്ലേ ചെയ്യും. ആ ഫീച്ചറൊന്നും വാട്സാപ്പിൽ അന്ന് ഉണ്ടായിരുന്നില്ല, അത് പിന്നെയാണ് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് മെസ്സേജ് ഉണ്ടെങ്കിൽ പോലും അത് പ്ലേ ആവും ഈ ടെലഗ്രാമിൽ. അപ്പോൾ നമുക്കിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ എളുപ്പമായിരുന്നു. അങ്ങനെ നമ്മൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ കേൾക്കുന്നതിൻ്റെ ഇടയിൽ കേട്ട ഒരു സെൻറ്റൻസാണ്, നിങ്ങളൊക്കെ എന്തുകൊണ്ട് മുസ്ലിങ്ങളാണ്, യഥാർത്ഥ മുസ്ലിമിനെ കാണണമെന്നുണ്ടെങ്കിൽ അത് ഈ ഐസിസ് ആണ് എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ നമ്മളെ മനസ്സിലേക്കൊരു ചോദ്യം വരികയാണ്. അപ്പോൾ നമ്മളൊക്കെ പിന്നെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു, ഒന്നും അല്ലേ എന്നൊരു ചിന്ത വരികയും അതങ്ങനെയല്ല, യഥാർത്ഥത്തിൽ ഇവരാണ് എന്ന് ഒരു ചിന്തയൊക്കെ വന്ന് അങ്ങനെ പിന്നെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളുടെ മറ്റേ ശ്രീലങ്കയിലുള്ള സ്ഫോടനം ഉണ്ടാവുന്നതും അങ്ങനെ പോയി, കാര്യങ്ങൾ അങ്ങനെ പോയി. അങ്ങനെ എന്തായാലും കാര്യങ്ങൾ കഴിഞ്ഞു, നമ്മൾ മതത്തിൽ നിന്ന് വരെ പുറത്തെത്തുന്ന അവസ്ഥ എത്തി, ഇതിലെല്ലാം മനസ്സും എടുത്തിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അടുത്ത് കളമശ്ശേരിയിൽ ആ ഒരു സ്ഫോടനം ഉണ്ടായത്. ആ സ്ഫോടനം ഉണ്ടായ സമയത്താണ് ഇതിലെ തമാശ നമ്മൾ കാണുന്നത്. ആ സ്ഫോടനത്തിൻ്റെ ഒടുവിൽ ഒരു യഹോവ സാക്ഷിയെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു ആൾ ഓടി വരുന്നു, എന്നിട്ട് ലൈവൊക്കെ ചെയ്തിട്ട് പറയാണ് ഇത് പൊട്ടിച്ചത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് ആൾ ഏറ്റെടുക്കുന്നു. അങ്ങനെ ഏറ്റെടുക്കുന്ന സമയത്ത് ഇവിടെ സ്വാഭാവികമായിട്ടും ആളുകൾ പറഞ്ഞു അയാളാവാൻ വഴിയില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല ഇനി അയാളാണെങ്കിൽ തന്നെ അയാൾ ഒരു കള്ള യഹോവ സാക്ഷിയാവാനേ സാധ്യതയുള്ളൂ, അയാളുടെ പിന്നിലൊരു കാക്കാനുണ്ടാകും എന്ന് വരെ പറയുന്ന അവസ്ഥ വന്നപ്പോൾ നമ്മുടെ കാക്കാമാർ മുസ്ലിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം, അതായത് പണ്ട് ഞാൻ ചോദിച്ചിരുന്ന ആ ഒരു സംഗതിക്ക് നേരെ വിപരീതമായിട്ടുള്ള ചോദ്യം ഇവർ തന്നെ ചോദിക്കുന്നത് കേട്ടപ്പോൾ കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന് പറയുന്നതായിരിക്കും ശരി. എന്താണ് ആ ചോദ്യം? ഇത് ഇവർ തന്നെ ആയിക്കൂടെ,
ഇതാരാണ് ഏറ്റെടുക്കുന്നത്, ഇവർക്ക് എവിടെയാണ് ഓഫീസ്, ഇങ്ങനെയൊക്കെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ വിട്ട് ഏറ്റെടുപ്പിച്ച് ഇത് അവരുടെ തലയിൽ വെച്ച് കെട്ടാനുള്ള പണി ആയിക്കൂടെ? സത്യത്തിൽ ഇങ്ങനെ ഐസിസ് ഇല്ല എന്നുള്ളതായിരിക്കില്ല. ഇത് ഒക്കെ അമേരിക്ക ജൂതൻ അല്ലേ, അല്ലെങ്കിൽ എല്ലാം സംഘിയല്ലേ? ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ലഷ്കർ എ തയ്യബ എന്ന് പറഞ്ഞാൽ അത് സംഘി, അതല്ലെങ്കിൽ ഹിസ്ബുൽ മുജാഹിദി എന്ന് പറഞ്ഞാൽ അത് സംഘി, അങ്ങനെ ഏതെടുത്ത് കഴിഞ്ഞാൽ ഒക്കെ സംഘി. ഇന്ത്യക്ക് വെളിയിൽ പോയി കഴിഞ്ഞാൽ ഒക്കെ ജൂതൻ അല്ലെങ്കിൽ അമേരിക്കക്കാരൻ. പിന്നെ സുന ചെത്തുന്ന കാര്യം വരുമ്പോൾ അമേരിക്കക്കാർ ചെയ്യേണ്ടെന്നുള്ളൊരു കാര്യമുണ്ട് കേട്ടോ, അതിന് അമേരിക്ക വേണം. പിന്നെ ചില സമയത്ത് ജൂതന്മാരും വേണം, അല്ലാത്തപ്പോൾ ഒന്നും അവർ വേണ്ട. ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞു നടക്കുന്ന ആളുകൾ ഈ യഹോവ സാക്ഷി ഇങ്ങനെ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അയാൾ ഏറ്റെടുത്തില്ലേ, പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പം, ഏറ്റെടുത്താൽ അത് നമ്മൾ അംഗീകരിക്കണ്ടേ എന്ന് ചോദിക്കുന്ന ചോദ്യം ഇതാണ് നമ്മൾ കേട്ടത്. ഞെട്ടാണ്ടിരിക്കുമോ എൻ്റെ കുട്ടിമാമ, ഇതാണ് നമ്മളന്ന് ചോദിച്ചത്. അപ്പോൾ ഈ തരത്തിൽ ഏറ്റെടുക്കൽ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചിരിക്കണം. അത് യഹോവ സാക്ഷി ഏറ്റെടുക്കുമ്പോൾ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ പോരാ. അത് ഇതേപോലെ ലോകത്തെവിടെ ഈ സംഭവം നടക്കുമ്പോഴും അവിടെ ഒരു ഏറ്റെടുക്കൽ ഇതുപോലെ വന്ന് ഭവിക്കുമ്പോൾ അതും നിങ്ങൾ അവിടെ വിശ്വസിച്ചേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കളമശ്ശേരിയിലെ കാര്യത്തിലും നമുക്ക് അവിശ്വസിക്കാനും അത് അയാളല്ല, അയാളുടെ പിന്നിലും ഒരു കാക്കാനുണ്ട് എന്ന് വിശ്വസിക്കാനുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗൂഢാലോചന സിദ്ധാന്തം കൊണ്ടുവരാനുള്ള ഒരു സാധ്യത അത് നമുക്ക് വെച്ച് തരണം, അല്ലെങ്കിൽ നമുക്ക് അനുവദിച്ച് തരണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. ഇപ്പോൾ ഗൂഢാലോചന സിദ്ധാന്തം എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്ന് ചില ആളുകൾ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നുണ്ട് മെസ്സേജ്, ഈ മുല്ലപ്പെരിയാർ വിഷയം, അതിൻ്റെ പിന്നിലും ഒരു ജിഹാദി ആംഗിൾ ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. അതിൻ്റെ പിന്നിലും ഒരു ജിഹാദികളായിക്കൂടെ? ആളുകൾ ചിന്ത പോകുന്നതാണ്. നമുക്ക് തെറ്റ് പറയാൻ കഴിയും. കാരണം ചെയ്തു കൂട്ടുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാവുമ്പോൾ മീശമാധവൻ ഒരു എഫക്റ്റ് അവിടെ വരികയാണ്. ഏത് വിഷയത്തിൻ്റെ പിന്നിൽ ഇവരായിക്കൂടെ എന്നൊരു ഒരു സ്വാഭാവിക ചിന്തയായിട്ട് ഇത് മാറുന്നു എന്നത് ഇനി ഒരു അല്ലാഹു അക്ബറും കൂടി കേട്ടാൽ പൂർത്തിയായി. അതുപോലെ ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് അവിടെ ഒരു ശബ്ദം കേട്ടു, അതും ഒരു ജിഹാദി ഒരു വെടിപൊട്ടിക്കലായിക്കൂടെ എന്ന് ചോദിച്ചിട്ട് ചില ആളുകൾ പോയി ശബ്ദ സന്ദേശം അയക്കുന്നു. അതിൻ്റെ പിന്നിലും കൺസ്പിരസി. അവിടെയും വേട്ടമൃഗമായി മാറുന്നത് നമ്മുടെ ജിഹാദികൾ. അപ്പോൾ എന്തായാലും അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഈ ആവശ്യത്തിനും അനാവശ്യത്തിനും ജിഹാദികളെ കൊണ്ട് തിരുകാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ യഥാർത്ഥ വിഷയങ്ങളിൽ ജിഹാദികളെ നമ്മൾ ക്രൂശിക്കുന്ന സമയത്ത് അവർക്കത് ഒഴികഴിവ് പറയാനുള്ളൊരു അവസരമാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തെളിവുള്ള സ്ഥലങ്ങളിൽ അതുകൊണ്ട് സ്ഥാപിക്കുക. അല്ലാത്ത സ്ഥലങ്ങളിൽ അത് ഉരുൾപൊട്ടലാണെങ്കിൽ ഉരുൾപൊട്ടലിന് വിടുക. അത് മുല്ലപ്പെരിയാർ അണക്കെട്ട് അതിൻ്റെ പ്രായം അതൊക്കെയാണ് നിങ്ങളുടെ വിഷയം എന്നുണ്ടെങ്കിൽ അതിന് വിടുക. അതല്ലാതെ അവിടെ എല്ലായിടത്തും കൊണ്ടുപോയി ഇത് തിരുകാൻ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോവും എന്നതാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഐസിസ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞു വെച്ചതെന്നുള്ളത് കൂടുതൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ പടിഞ്ഞാറൻ ജർമ്മൻ നഗരത്തിലെ തിരക്കേറിയ ഒരു ഉത്സവത്തിൽ വിനോദക്കാരുടെ കഴുത്ത് മുറിക്കുകയും 3 പേരെ കൊല്ലുകയും കുറഞ്ഞത് 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത അജ്ഞാതരായ കത്തിക്കാരന് വേണ്ടിയുള്ള തിരച്ചിൽ പ്രത്യേകം പോലീസ് യൂണിറ്റുകൾ ചേർന്നു. ചുരുക്കത്തിൽ ആക്രമണത്തെ തുടർന്ന് സോളിംഗനിലെ അഭയാർത്ഥികളുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തി. ആക്രമണത്തെക്കുറിച്ച് വിവരം ലഭിച്ചതിന് കൗമാരക്കാരൻ അറസ്റ്റിൽ. സോളിംഗനിൽ ഒരു ഉത്സവത്തിനിടെ 3 പേരെ കൊലപ്പെടുത്തിയ അക്രമിയെ ആളുകൾ ഇപ്പോഴും തെരയുന്നു. ഇതാണ് വാർത്ത. ഏതായാലും അക്രമിയെ പിടിച്ചു എന്ന വാർത്ത പിന്നീട് ഇന്നിപ്പോൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറെ വായിക്കാം. ആക്രമണകാരി ക്രിസ്ത്യാനികളെ 3 പേർ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത കത്തി ആക്രമണത്തിന് ഉത്തരവാദിത്തം ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പ് ശനിയാഴ്ച ഏറ്റെടുത്തതായി വാർത്താ സൈറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആക്രമണകാരി ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ടിരുന്നുവെന്നും ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ സൈനികനാണെന്നും പലസ്തീനിലും എല്ലായിടത്തും മുസ്ലിങ്ങളോട് പ്രതികാരം ചെയ്യാൻ ആക്രമണം നടത്തിയെന്നും സംഘം പറഞ്ഞു. യഹോവ സാക്ഷി പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാവുന്നുണ്ടല്ലോ ഇപ്പോൾ? യെസ്, ഇതുകൊണ്ടാണ് നമ്മളത് വിശ്വസിക്കണമെന്ന് പറയുന്നത്. പ്രത്യേക സേനയടക്കം സോളിംഗൻ നഗര കേന്ദ്രത്തിലെ അഭയാർത്ഥികൾക്കായി പോലീസ് റെയ്ഡ് ആരംഭിച്ചതായി ജർമ്മൻ വാർത്താ ഏജൻസി DPA റിപ്പോർട്ട് ചെയ്തു. ഞങ്ങൾക്ക് നുറുങ്ങുകൾ ലഭിച്ചു, അതിനാൽ ഞങ്ങൾ നിലവിൽ പോലീസ് പ്രവർത്തനങ്ങൾ നടത്തുകയാണ്, ഒരു പോലീസ് വക്താവ് പറഞ്ഞു. ഇതൊരു നമ്മളുടെ ട്രാൻസ്ലേഷനാണ്. എന്തെങ്കിലും പശക് തോന്നുനി അത് എൻ്റെ കുഴപ്പമല്ല. പടിഞ്ഞാറൻ ജർമ്മൻ നഗരത്തിലെ തിരക്കേറിയൊരു ഉത്സവത്തിൽ വിനോദക്കാരുടെ അത് വായിച്ചത് റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ശനിയാഴ്ച പുലർച്ചെ 15 വയസ്സുള്ള ആൺകുട്ടിയെ അറസ്റ്റ് ചെയ്തു. ആസൂത്രിത ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും അധികൃതരെ അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയതായി സംശയിക്കുന്നതായും, എന്നാൽ ഇയാൾ അക്രമി ആയിരുന്നില്ലെന്നും പോലീസ് പറഞ്ഞു. 15 വയസ്സുള്ള കാരൻ. ഓസ്ട്രേലിയയിൽ നിരന്തരമായിട്ട് നമ്മൾ സംസാരിച്ച ആ ഒരു
ഇതുപോലെ സ്റ്റാബിങ് അറ്റാക്സും അതിൻ്റെ ഒരു സ്പ്രീ അവിടെ ഉണ്ടായിരുന്നു. അതിലെല്ലാം പിടിക്കപ്പെട്ടത് ഈ യങ്സ്റ്റേഴ്സ്, ഈ ടീനേജേഴ്സ് ആയിരുന്നു. അതുകൂടാതെ അവിടുത്തെ ആൻറ്റി ടെററിസം അതുമായി ബന്ധപ്പെട്ടിട്ട് ജോലി ചെയ്യുന്ന ആളുകളിലൂടെ നമുക്കറിയാൻ കഴിയുന്ന കാര്യം, നമ്മുടെ ചാനലൊരു ഇൻ്റർവ്യൂ വരെ നടത്തിയിട്ടുണ്ട്. ആൾ പറഞ്ഞതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് 50% ഈ തരത്തിൽ ഡീറാഡിക്കലൈസേഷൻ പ്രോഗ്രാമിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ആൻറ്റി ടെററിസം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് 50% കുട്ടികളാണ്. അവിടെയാണ് ഇതിൻ്റെ ഒരു ഭീകരത നമ്മൾ കാണേണ്ടത്. അവരെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നു. എന്തായിരിക്കും ഇതിൽ ആകർഷിക്കുന്നതിനൊരു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണം തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം എന്നാണ് കാണാൻ കഴിയുന്നത്. അതിനുശേഷം അതിൻ്റെ ഒപ്പം അവരുടെ മറ്റ് ചില കാര്യങ്ങളും കൂടി കടന്നു വരുന്നു. അധികാരികൾ കുറ്റവാളിയെ കണ്ടെത്തിയിട്ടില്ലെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ഓഫീസിലെ തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിൽ നിന്നുള്ള മാർക്കസ് കാസ്പേഴ്സ് ശനിയാഴ്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതുവരെ അങ്ങനെ കാര്യങ്ങൾ പോകുന്നു. ഇനി അതിനുശേഷമാണ് നമ്മളുടെ കസ്റ്റഡിയിലേക്ക് ആളെ എടുക്കുന്നത്. അത് വന്നു. ആ വാർത്ത വന്നിരിക്കുന്നത് 24 തന്നെ. സിറിയൻ മാൻ അറസ്റ്റഡ് ഓവർ ഡെഡ്ലി നൈഫ് അറ്റാക്ക് ഇൻ ജർമ്മനി. അപ്പോൾ അത് സിറിയക്കാരനാണ് എന്ന് അവിടെ സ്ഥിരീകരിക്കുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആളാണ്. മലയാളത്തിലുള്ള വാർത്തകൾ വായിക്കുമ്പോൾ ഒരു കുഴപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് കാണുമ്പോൾ വളരെ ലേറ്റായിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. ഇത് ഈ സംഗതിക്ക് ഇപ്പോൾ ഒരു ഇംഗ്ലീഷിൽ നിങ്ങൾ ജർമ്മനി എന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഉത്തരങ്ങളും മലയാളത്തിൽ നിങ്ങൾ ജർമ്മനി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരങ്ങളും ഒന്ന് കമ്പയർ ചെയ്താൽ തന്നെ കാര്യങ്ങൾ അറിയാൻ പറ്റും. റിപ്പോർട്ട് ചെയ്യുന്നത് പോലും കുറവാണ് ഇത്തരത്തിലുള്ള വിഷയം എന്നതാണ് നമ്മളുടെ ഒരു പ്രശ്നം. ഇനി എ സസ്പെക്ട് ഹാസ് ബീൻ അറസ്റ്റഡ് ഇൻ എ നൈഫ് അറ്റാക്ക് ഫ്രൈഡേ നൈറ്റ് ഇൻ ജർമ്മനി ദാറ്റ് കിൽഡ് നമ്മൾ പറഞ്ഞ ആളുകളെ. ദ ഇസ്ലാമിക് സ്റ്റേറ്റ് ഹാസ് ക്ലെയിംഡ് റെസ്പോൺസിബിലിറ്റി. ഞാനിത് വായിക്കുന്നത് ആ ഒരു വ്യത്യാസവും നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. The suspect is a 26-year-old Syrian citizen identified by the German Federal Prosecutor's Office as Isa al-H. Okay, ഇതാണ് ആളുടെ പേര്. He said he had applied for asylum in Germany. അതായത് നമ്മൾ റെഫ്യൂജി ആയിട്ട് കടന്നു വന്നിട്ട് അവിടെ വിശപ്പ് മാറിയപ്പോൾ പള്ള നിറഞ്ഞപ്പോൾ നടത്തിയ പള്ളയ്ക്ക് കുത്തുന്ന പരിപാടി. ഇതാണ് അവിടെ നമ്മൾ കണ്ടത്. He turned himself into police Saturday and stated that he was responsible for the attack. നമ്മളുടെ യഹോവ സാക്ഷി ചെയ്ത പണി. ദ പേഴ്സൺസ് ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ ക്രൈം ഈസ് കറൻ്റ്ലി ബീങ് ഇൻറ്റൻസീവ്ലി ഇൻവെസ്റ്റിഗേറ്റഡ്. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുകൂടാതെ ദ പ്രോസിക്യൂട്ടേഴ്സ് ഓഫീസ് സെഡ് ദ മാൻ ഈസ് അക്യൂസ്ഡ് ഓഫ് 3 counts ഓഫ് മർഡർ, 3 പേരെ കൊന്നു, ആൻഡ് 8 counts ഓഫ് അറ്റംപ്റ്റഡ് മർഡർ ആൻഡ് ഡേഞ്ചറസ് ബോഡിലി ഹാം, ആഡിങ് ദാറ്റ് ഹി ഷെയർസ് ദ ഐഡിയോളജി ഓഫ് ദ ഇസ്ലാമിക് സ്റ്റേറ്റ്, also known as ISIS, which he joined before Friday. അധിക ദിവസമൊന്നും ആയിട്ടില്ല എന്നുള്ളത്. Due to his radical Islamist beliefs, he decided to kill as many people as possible who he considered to be non-believers. കാഫിറിനെ കണ്ടെടുത്ത് വെച്ചാൽ വെട്ടിക്കൊല്ലണം എന്ന് പറഞ്ഞതിൻ്റെ ആ തനിയാവർത്തനം, ഇസ്ലാമിസ്റ്റ് ബിലീഫ്, അതിലെഴുതി വച്ചിരിക്കുന്ന സാധനങ്ങൾ, കാഫിറുകളെ കുത്തിക്കൊല്ലാൻ വേണ്ടി നടക്കുന്നത്, നമ്മളെ ലോൺ വോൾഫ് അറ്റാക്സിന് വേണ്ടിയിട്ട് ഐസിസ് കഴിഞ്ഞ മെയ് മാസത്തിൽ പുറത്തുവിട്ട് നമ്മൾ നോമ്പിനോടനുബന്ധിച്ച് പുറത്തുവിട്ട ആ ഒരു ഓർഡറും കൂടി നിങ്ങളെല്ലാം കൂടി ചേർത്ത് വായിച്ച് കഴിയുമ്പോൾ നിങ്ങളോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഇതിലൊക്കെ അനിസ്ലാമികമായിട്ടുള്ള കാര്യം എന്താണുള്ളത് എന്ന് നിങ്ങൾ പറയാം. നമ്മൾ ചോദിക്കുന്നത് അതാണ്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി ഇസ്ലാമികമാണ്. കാരണം ബോംബ് പൊട്ടിക്കുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ മുസ്ലിങ്ങളും ചാവാം. ഇത് പക്ഷേ കത്തിക്കുത്താവുമ്പോൾ അതും സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളിയിൽ കയറിയിട്ട് കുത്തുക, അല്ലെങ്കിൽ ഇതുപോലെ ക്രിസ്ത്യൻ ഫെസ്റ്റിവലിൽ കയറിയിട്ട് കുത്തുക എന്ന് പറയുമ്പോൾ അവിടെ മുസ്ലിം മരിക്കാനുള്ള സാധ്യത കുറവാണ്. ഇനി ഇത് നിങ്ങൾ പറയുമ്പോൾ ഇപ്പോഴും ഇതിൽ എഴുതിയത് കാണാം, there he stabbed festival visitor repeatedly and deliberately in the neck and upper body with a knife. ഇതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർമ്മയിൽ വരുന്നുണ്ടോ എന്ന് ആലോചിക്കാം. അത് നമ്മളുടെ അബ്ദുൾ റാഷിദ് എന്ന് പറയുന്ന ഒരു ചങ്ങാതി, ഐസിസ് റിക്രൂട്ട്മെൻറ്റൊക്കെ ഇന്ത്യയിൽ നിന്ന് നടത്തിയിരുന്ന ഒരു മലയാളിയായ കണ്ണൂരുകാരൻ. ഈ അടുത്താണ് നമ്മളുടെ അഫ്ഗാനിസ്ഥാനിൽ വെച്ചിട്ട് ഷഹീദായത്. ഇപ്പോൾ ഹൂറികളോടൊപ്പം തത്തിക്കളിക്കുകയാണ് ഒടിയാത്ത ലിംഗവുമായിട്ട്. ഭയങ്കര പുന്നാര മോനാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു വോയിസ് പുറത്തു വന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിൽ പുള്ളി പറയുന്നുണ്ട്, നിങ്ങളെന്താണ് കാണിക്കുന്നത്, ഇവിടെ നിങ്ങളുടെ ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയൊക്കെ ഫെസ്റ്റിവൽസ് ഇല്ലേ, അവിടെയൊക്കെ നിങ്ങൾ വണ്ടി ഓടിച്ച് കയറ്റൂ, അവർ കുടിക്കുന്ന വെള്ളത്തിൽ വിഷം കലക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഓഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മിമിക്രി എത്ര വശമല്ല, അല്ലെങ്കിൽ അതിൽ പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ നിങ്ങൾ കാര്യം കാണുമ്പോഴാണ് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാം. ഇത്
നിങ്ങളുടെ അയൽവക്കത്ത് ജീവിക്കുന്ന ആൾ കാഫിറാണെന്നുണ്ടെങ്കിൽ ആ കാഫിറിൻ്റെ വെളിച്ചം അതുപോലും നിങ്ങൾക്ക് ഹറാമാണ്, കുഫറിൻ്റെ വെളിച്ചം പോലും ഹറാമാണ്, കാണാൻ പാടില്ല എന്ന് നമ്മളുടെ ഷംസുദ്ദീൻ പാലത്ത് സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മുന്നേ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ എന്താണ് ഞാൻ എന്തോ വലിയ നുണ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിച്ച് നടക്കുന്ന കാക്കാമാർ അറിയാൻ കൂടിയിട്ടാണ് പറയുന്നത്. ഇസ്ലാമിൽ ഈ അയൽവാസിക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് പണ്ട് അങ്ങനെ പല അബദ്ധങ്ങളും മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് അത് മാറി. പിന്നീട് പറയുന്നത് കാഫിറായിട്ടുള്ള ആളുകൾ നിങ്ങൾ അയൽവാസിയാണെന്നുണ്ടെങ്കിൽ അവൻ എത്രയും പെട്ടെന്ന് മതത്തിലേക്ക് കൊണ്ടുവരണം, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തണം. അത് ആ രൂക്ഷത അവന് നിങ്ങളിൽ കാണാൻ സാധിക്കണം. അത് എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ ലോകം മുഴുവൻ, മതം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരുന്നതിന് വേണ്ടി നിങ്ങൾ ജിഹാദ് ചെയ്യണം. ഇതാണ് പഠിപ്പിച്ചു വെക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള സാധനമാണ് കാഫിറിന് നിങ്ങൾ അങ്ങനെ ഒരു സംഗതി അവർക്ക് അവസരം കൊടുത്തതിന് ശേഷം അവർക്ക് മതത്തിൽ വരാനുള്ള അവസരം കൊടുത്തിട്ട് അവർക്ക് പ്രൊട്ടക്ഷനൊക്കെ കൊടുത്ത് നോക്കിയിട്ട് എന്നിട്ടൊന്നും അവർ വരുന്നില്ല, മതം സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊന്നേക്കുക. ഇതാണ് ഇവർ ചെയ്തത്. കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ ചെയ്തത് അതാണ്. അങ്ങനെ ഏത് തരം ആളുകളുടെ മുന്നിൽ നിങ്ങളെടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ കഴിയും. യസീദികളോട് ഇവരെന്താ ചെയ്തത്? ഇത് തന്നെയല്ലേ ചെയ്തത്. യസീദുകളായിട്ടുള്ള ആളുകളെ പൂട്ടിയിട്ട് ഐസിസ് എന്താ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളൊന്ന് അന്വേഷിക്കുക, സ്വയം അന്വേഷിക്കുക. നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട്, ഈ സംഗതി ഉൾക്കൊള്ളാൻ. നിങ്ങൾ സ്വയം അന്വേഷിച്ച് കഴിഞ്ഞാൽ ഏറ്റവും മിനിമം യസീദികളുടെ ആ ക്രൂര പീഡനത്തിൻ്റെ, ആ വിനോദത്തിൻ്റെ, അതിൻ്റെ ഒരു നേർ ചിത്രം നിങ്ങൾക്ക് ലഭിക്കണം. ഇത് ദ ലാസ്റ്റ് ഗേൾ എന്ന് പറയുന്ന നാദിയ മുറാദിൻ്റെ പുസ്തകം, അവസാനത്തെ പെൺകുട്ടി. അതൊന്ന് വായിച്ചാൽ മതി, കാര്യം ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണ് നാദിയ മുറാദ് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ, യസീദി പെൺകുട്ടിയെ ഇവർ മാറി മാറി ബലാത്സംഗം ചെയ്യുന്നതും അവരുടെ ആ ഒരു ഗോത്രത്തെ എങ്ങനെയാണ് കൊള്ളയടിച്ചത് എന്നും എന്തൊക്കെയാണ് അവരോട് ചെയ്തത് എന്ന് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഇതാണ് ഐസിസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പറയുമ്പോൾ ഇത് അവരോട് മുൻനിർത്തിയിട്ട് അവരെ നമ്മൾ വിമർശിക്കുന്ന സമയത്ത് ഐസിസ് എന്താ പറഞ്ഞ മറുപടി? ഇതെല്ലാം ഇസ്ലാമിൽ അനുവദനീയമാണ്. സ്ലേവ് മാർക്കറ്റ്സ് അത് അനുവദനീയമാണ്, സ്ലേവ്സ് അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞു നിന്ന് ഇതിനെ ഡിഫെൻഡ് ചെയ്ത് ഇൻ്റർനാഷണൽ സൊസൈറ്റികളെ കബളിപ്പിച്ചത് ഐസിസ്. അങ്ങനെയാണ് കബളിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിശബ്ദരാക്കി എന്ന് പറയുന്നതായിരിക്കും ശരി. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഐസിസ് പല പണിഷ്മെൻറ്റ്സും നടത്തുന്ന സമയത്ത് ഇതുപോലെ ഒരു വിമർശനം വന്നപ്പോൾ അവരെന്താ ചെയ്തത്? സൗദി അറേബ്യ നടത്തുന്ന പണിഷ്മെൻറ്റ് ഇടതുവശത്ത്, അവർ നടത്തുന്ന പണിഷ്മെൻറ്റ്സ് വലതുവശത്ത്. എന്നിട്ട് ചോദിച്ചു അവർ, ഇതിൽ എന്താ വ്യത്യാസം? ഈ സൗദി അറേബ്യ ചെയ്യുന്നതന്നെയല്ലേ ഞങ്ങളും ചെയ്യുന്നത് എന്ന് അവരെടുത്ത് ചോദിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ഇതുപോലെയുള്ള തീവ്രവാദ സംഘടനകൾ ആര് തന്നെ ചെയ്യുന്ന കാര്യവും നിങ്ങൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഒരമ്മ പെറ്റ മക്കളാണ്. ഏതാണ് അമ്മ? ആ ഉമ്മ എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന ഉമ്മയാണ്. അതിൻ്റെ മക്കൾ ആയിക്കഴിയുമ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടാവുക. ആ ആശയം ആ രീതിയിലാണ് നിലനിൽക്കുന്നത് എന്നത് ഇവിടെ ഒന്ന് ഓർമ്മിപ്പിക്കുക. അപ്പോൾ കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം എന്ന തൗബയിലെ ആയത്ത് മക്ക വിജയത്തിന് ശേഷം പറഞ്ഞ സംഗതി, യുദ്ധ സന്ദർഭത്തിലല്ല എന്ന് പറയുന്ന സംഗതി, അത് കളവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒന്നുകൂടി അന്വേഷിക്കുക. എന്നിട്ട് വന്നിട്ട് പറയുക അത് യുദ്ധസന്ദർഭത്തിൽ അല്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ സന്ദർഭത്തിലാണെന്ന് വാദമുണ്ടെങ്കിൽ ഏത് സന്ദർഭമാണെന്ന് പറഞ്ഞ് എൻ്റെ അണ്ണാക്കിൽ പിരിവെട്ടിക്കണം എന്നും കൂടി ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. ദ സ്റ്റേറ്റ് ഇൻറ്റീരിയർ മിനിസ്റ്റർ ഓഫ് നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയ said in a TV interview Saturday that pieces of evidence were recovered and that police had followed leads to the person throughout the day. അങ്ങനെയൊക്കെയാണ് അറസ്റ്റ് ചെയ്തത്. Riul confirmed that the suspect, based on his current knowledge, had stayed at a refugee shelter that was searched earlier in the day. The 15-year-old and another man were previously arrested in connection with the attack. Police said that they did not believe either of them was the attacker, but that both were questioned. Investigators said they believed the 15-year-old who was detained Saturday morning may have known about the attack in advance. അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. Two witnesses told police that the 15-year-old had a conversation with another person about plans for an attack. The Islamic State-run Amaq news agency said in a statement Saturday that the attacker targeted Christians and is a soldier of the Islamic State who was seeking to avenge Muslims in Palestine and everywhere. ഇതൊക്കെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഇനി സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഇത്
തിരുത്താൻ വേണ്ടി, സ്വയം ഇത് അന്വേഷിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെനക്കെടണം. ഇതിൽ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ കാഫിറിനെ കൊല്ലുന്നതായാലും ഇതുപോലെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതായാലും ഇതിനൊക്കെ മതത്തിൽ എന്ത് ബാക്കിംഗ് ആണുള്ളത് എന്ന് ഓരോ വിശ്വാസിയും സ്വയം അന്വേഷിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ച് മുന്നേ ഏത്തീസ്റ്റ് അലയൻസിൻ്റെ ആ ഒരു ചാനൽ നമ്മളൊരു എല്ലാ തിങ്കളാഴ്ചയും നമ്മളൊരു വാർത്താ അവലോകനം നമ്മൾ നടത്താറുണ്ട്, ചില തിരഞ്ഞെടുത്ത വാർത്തകൾ. അതിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, എല്ലാ തവണത്തെയും പോലെ ഇത്തവണ നടക്കാതെ പോയൊരു കാര്യം ഈ ഇസ്രായേൽ ഹമാസ് വിഷയം, പാലസ്തീൻ വിഷയം, അത് സംഭവം ഇത്തവണ നടന്നിട്ട് അത് വിചാരിച്ച പോലെയല്ല മുന്നോട്ട് പോയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നിൽ ഒരു ആൻറ്റി സെമിറ്റിസം അതുണ്ട് എന്നുള്ള സംഗതി ഇന്ന് ലോകർക്ക് മനസ്സിലാവുന്നു. എന്താണ് ടേക്കിംഗ് യൂറോപ്പിയൻസ്, എന്താണ് യൂറോപ്പ് ബാക്ക് ടു യൂറോപ്പിയൻസ് എന്നങ്ങാണ്ട് പറഞ്ഞിട്ടൊരു സ്ലോഗനൊക്കെ ഇറക്കിയിട്ട് യൂറോപ്പിനെ തിരിച്ചു പിടിക്കാൻ എന്ന് പറഞ്ഞിട്ട്, ഭാരതീയത തിരിച്ചു പിടിക്കാൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, സനാതനധർമ്മത്തിലേക്ക് തിരിച്ചു മടക്കം എന്നൊക്കെ പറയുന്ന പോലെ ആ യൂറോപ്പിനെ തിരിച്ചു പിടിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് തീവ്ര ദേശീയ വിശ്വാസികളായിട്ടുള്ള യൂറോപ്പിയൻസ് ആയിട്ടുള്ള ആളുകൾ അവർ കളത്തിലിറങ്ങിയിട്ട് ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഗാസ ആ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള പലസ്തീനിയൻ കൊടികൾ മുഴുവൻ സ്വന്തം അഴിച്ചു മാറ്റി അത് യൂറോപ്പിൻ്റെ ആ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. പക്ഷേ എത്രമാത്രം ഇത് ഫലവത്താകും? നമ്മൾ UK കണ്ടു, അവർ ഇറങ്ങി തിരിച്ചിട്ട് കണ്ണി കണ്ട ഏഷ്യൻസിനെ എല്ലാവരെയും തല്ലിക്കൂട്ടുന്നത് നമ്മൾ കണ്ടു. ഇതൊന്നുമല്ല ഇതിൻ്റെ പരിഹാരം. ഇവർ കൊടി അഴിച്ചതുകൊണ്ട് ഇത് മാറാൻ പോകുന്നില്ല. കൊടി അഴിക്കുന്നതൊക്കെ വഴി ആ ഒരു ആശയം സ്പ്രെഡാക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇത് ഗവൺമെൻറ്റ്സ് ഇടപെടണം. പോളണ്ടിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, പോളണ്ടിനെ കുറിച്ച് മിണ്ടരുതെന്നാണ് ഫത്വ. പക്ഷേ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അവർ എന്താ ചെയ്തത്? ഒരു റെഫ്യൂജിനെ പോലും എടുത്തില്ല. ഈ റെഫ്യൂജീസ് ഉണ്ടാക്കുന്ന പ്രശ്നം ഇതാണ്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇത്തരം ആളുകൾ കടന്നു വന്നുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ, അത് അവർ വന്നതിന് ശേഷം അത്തരം സ്ഥലങ്ങളിൽ ഈ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു എന്ന് പറയുന്ന വിഷയം, ഇതെല്ലാം ലോകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് നമ്മളെടുത്ത് പറയേണ്ടി വരികയാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ആളുകൾക്ക് അത് ബോധ്യപ്പെടുന്നില്ല. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് നമ്മുടെ തൊട്ട അയൽവക്കമായ പാകിസ്ഥാനിൽ വരെ നമ്മൾ കണ്ട കാര്യമാണ്. അവിടെ എന്താ നമ്മൾ കണ്ടത്? പാകിസ്ഥാനിൽ അഭയാർത്ഥികളായിട്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന ആളുകൾ, അതിൽ ഓൾമോസ്റ്റ് 4 മില്യൺ ആളുകളെയാണ് തിരിച്ചയച്ചത്. എന്താ അവരെ തിരിച്ചയക്കാനുള്ള കാരണം? അങ്ങനെ പാകിസ്ഥാനിലേക്ക് വന്ന് വിശപ്പ് മാറ്റാൻ വേണ്ടി ജീവിച്ചിരുന്ന ആളുകളിൽ പാകിസ്ഥാനിൽ നടന്നിട്ടുള്ള 10-20ഓളം ടെററിസ്റ്റ് അറ്റാക്സിൽ 14 എണ്ണത്തിലും പങ്കെടുത്തത് ഈ അഫ്ഗാനികളാണ്. അപ്പോൾ ഇതിപ്പോൾ യൂറോപ്പിൽ ഒരു ക്രിസ്ത്യൻ രാജ്യം അല്ലെങ്കിൽ നോൺ ബിലീവിങ് രാജ്യം, അതിനകത്ത് മുസ്ലിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു കോറിലേഷൻ കിട്ടും. പക്ഷേ പാകിസ്ഥാനിൽ വന്നിട്ട്, ഒരു മുസ്ലിം രാജ്യമായ പാകിസ്ഥാനിൽ വന്നിട്ട് ഒരു മുസ്ലിം രാജ്യമായി ഈ അഫ്ഗാനിസ്ഥാനിലെ അഭയാർത്ഥികളായി വന്ന ആളുകൾ എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത്? അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം നടക്കുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ കാണേണ്ടതായിട്ട് വരുന്നത്. കാരണം അവിടെ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള തർക്കം. ഇന്നിപ്പോൾ വേറെയും ചില വാർത്തകൾ വന്നിട്ടുണ്ട്. ബലോചിസ്ഥാൻ ആ ഏരിയയിൽ ഉണ്ടായിട്ടുള്ളൊരു വിഷയം, അവിടെ ഏതാണ്ട് 10-60ഓളം ആളുകൾ മരിച്ചു എന്നാണ് അറിയുന്നത്. എന്തായാലും നമുക്ക് ഈ മരണം ആയാലും ഇതുപോലുള്ള വിഷയങ്ങളായാലും എന്നും ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കും മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടാണ്. സത്യത്തിൽ ഇന്നൊരു മടുപ്പായിരുന്നു ഈ ഒരു വിഷയം നമുക്ക് പറയാൻ. ഇത് പറഞ്ഞ് നമുക്ക് മടുത്ത ഒരു കാര്യമാണ് ഈ തീവ്രവാദ ആക്രമണം. എന്തായാലും ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിരുന്നു, അതുകൊണ്ട് നമുക്കിന്നിപ്പോൾ പറയാൻ സാധിക്കുന്നു. പക്ഷേ ഇത് ഇനിയും ആവർത്തിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ നടന്നിട്ടുള്ള കത്തിക്കുത്തിൻ്റെ വാർത്ത പറഞ്ഞിട്ട് മാസം പോലും ആയിട്ടില്ല, അപ്പോഴേക്കിത് ഇവിടെ വരുന്നു. ജർമ്മനിയിൽ ഇത് രണ്ടാമത്തെയാണ്. നമ്മൾ ഇതിന് മുന്നേ ഒരു അറ്റാക്ക് ഇതേപോലെ നടന്നത് നമ്മൾ കണ്ടു, ലൈവ് വീഡിയോ ഇവിടെ നമുക്ക് കിട്ടിയിരുന്നു. പ്ലേ ചെയ്യാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഇത് തരത്തിലുള്ള വിഷയങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഓഡിയൻസിലേക്ക് നമുക്ക് ഒന്ന് നീങ്ങാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ആ ഒരു അക്കൗണ്ട് നമ്പറിലേക്ക് കുറച്ച് ആളുകൾ എനിക്ക് പേഴ്സണൽ ഇതിനകത്ത് ഇതിനകത്തേക്ക് നിങ്ങൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇടണം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ ഇട്ടോളാം. ഇടാൻ നേരം കിട്ടിയിട്ടില്ല. എന്തായാലും നാളെ നമ്മളത് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. എനിവേ, അപ്പോൾ നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നമുക്ക് കുറച്ച് കോളേഴ്സിലേക്ക് പോകാം. യെസ്, കോൾസ് വന്നോട്ടെ. ഓക്കെ, ആരോ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കട്ടാവുമ്പോൾ നമുക്ക് അടുത്ത കോൾ വരും. ഓക്കെ, 11 മണിയായി.
അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളറിയാം. ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയാണ്. ഓക്കെ, കോൾ ചെയ്യുക കേട്ടോ. ആർക്കെങ്കിലും കോൾ ചെയ്യണമെന്നില്ല. പ്രത്യേകിച്ച് ജർമ്മനിയിലൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ശ്രമിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് അറിയാലോ, എന്താ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാലോ. ഇനി ജർമ്മനിയിൽ തന്നെ ആവണമെന്നില്ല, യൂറോപ്പിലുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ നമുക്ക് പണി കുറച്ചുകൂടി എളുപ്പമാണ്. ഓക്കെ, കോളേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കോൾ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കോൾ ചെയ്തിട്ട് കിട്ടാത്തതാണോ? അല്ല. ഹലോ. ഹലോ, യെസ്, പറയൂ. ഹരീഷാണ് ബാംഗ്ലൂരിൽ നിന്ന്. പറഞ്ഞോളൂ. ഇതിപ്പോ നിങ്ങള് ആരും വിളിക്കാത്തത് കൊണ്ട് ഞാൻ വെറുതെ ഒന്ന് വിളിച്ചു വെക്കാണ്. വളരെ നന്നായി, എന്റെ മാനം രക്ഷിച്ചു. പറയൂ. പിന്നെ ഒന്നുമില്ല, നിങ്ങളെ കത്തിക്കുത്തിന്റെ കാര്യം ഒക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് മനസ്സ് വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങൾ ബാംഗ്ലൂര് രാമേശ്വരം കഫ, അത് ആരാ പൊട്ടിച്ചത്? അവിടെ കത്തിക്കുത്തുണ്ടായിട്ടില്ല. കഫേല് ഒരു സ്ഫോടനം ഉണ്ടായല്ലോ. സ്ഫോടനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അടുത്തായിരുന്നോ? അതെ, വീടിന്റെ അടുത്താണ്. ശരി. ഒരു 1.5 കിലോമീറ്റർ away from here. ഓക്കെ, അത് തുറന്നോ? തുറന്നു. അത് വീണ്ടും അത് പിന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു അല്ലേ? അത് അടുത്ത് തന്നെയായിരുന്നു. നമുക്കൊരു കഷ്ടി 2 കിലോമീറ്ററിന്റെ ഉള്ളിൽ വരുന്നത് സ്ഥലമാണ്. യെസ്. അപ്പോൾ എന്താ വേറെ ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടോ, നിങ്ങളുടെ അനുഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, എനിക്കിങ്ങനെ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ നിങ്ങളെ വീഡിയോസ് ഒക്കെ ഞാൻ പൊതുവായി കാണുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ട് എന്ന് ഞാൻ ശരിക്കും അറിയാൻ തുടങ്ങിയ നിങ്ങളുടെ വീഡിയോകളൊക്കെ കേൾക്കുന്ന സമയത്താണ്. എനിക്ക് ആദ്യം ഇത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വിചാരിച്ചത് നിങ്ങളിങ്ങനെ കരുതിക്കൂട്ടി ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോകൾ ഉണ്ടാക്കി വിടുന്നതാണോ. പിന്നെ നാട്ടിൽ നമ്മളെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യും. അവർ പറഞ്ഞിങ്ങനെ ശരിക്കും ഒരു മൂവ്മെന്റ് നാട്ടിലുണ്ട്, പക്ഷെ മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് ഇത് പിന്നെ പുറത്തേക്ക് പബ്ലിക്കായിട്ട് അത് പറയാൻ വേണ്ടിയിട്ട് ഭയപ്പെടുന്നു. അങ്ങനെ ഒരു കാര്യം കൂടി എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും അങ്ങനെ ഉള്ളതാണോ, എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുന്നത്? ഈ കാര്യം പിയർ പ്രഷറാണത്. അത് ചെയ്തു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് ചെറുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നുകൊണ്ട് അത് പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല, അത് ആ മത നിയമം എൻഫോഴ്സ് ചെയ്യാന്ന് പറയുന്ന എല്ലാവരുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് ഇപ്പം ഈ നിങ്ങളെ മതത്തില് ഞാൻ പറയുന്നതിൽ തെറ്റാണെങ്കിൽ ആ സമയത്ത് തിരുത്തണം. എൻ്റെ കുറച്ച് മുസ്ലിം സുഹൃത്തുക്കൾ വഴി ഞാൻ മുമ്പ് നിങ്ങളുടെ മതത്തിൽ സ്വർഗം നരകം എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ പ്രയത്നിക്കണം, അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അപ്പൊ ഇതിന് എന്ത് അടിസ്ഥാനമാണുള്ളത്? ഇസ്ലാമല്ലേ മതത്തിന്റെ അടിസ്ഥാനം. അതെ, മതത്തിന് അല്ല, സ്വർഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ടെന്ന്. അതുകൊണ്ട് അത് ശരി. അപ്പൊ ഒരു വ്യക്തി ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മളത് വിശ്വസിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇവിടെ ബോംബ് പൊട്ടുന്നു അപ്പോഴാണ്. അതും വെറുതെ ബോംബല്ല, സൂയിസൈഡ് ബോംബിംഗ് ആണ് നടക്കുന്നത്. അതെ. അപ്പൊ പിന്നെയാണോ കാര്യം? സ്വന്തം ശരീരത്തിന് സംഭവിക്കുന്ന വേദന പോലും പേടിയില്ല, പിന്നെയാണോ? അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായത്തില് ഈ ഇതുപോലുള്ള കാര്യങ്ങൾ നിർത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒറ്റമൂലി ഉണ്ട്? ബ്ലാസ്ഫെമി നിയമങ്ങൾ എടുത്ത് കളയാം, മതവിമർശനം വ്യാപകമാക്കുക, എല്ലാ മതത്തിലെയും പൊള്ളത്തരങ്ങൾ
വ്യാപകമായിട്ട് ചർച്ചയായാൽ ഇസ്ലാമിലെ പൊള്ളത്തരങ്ങളും കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നൊരു ഘട്ടം എത്തിയാൽ ഇസ്ലാമിലെ വിശ്വാസം മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടും. ഓക്കെ, ശരി. അങ്ങനെ നഷ്ടപ്പെട്ടു പോയെന്ന് വെച്ചു. മുസ്ലിങ്ങളെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ എന്റെ അഭിപ്രായമാണ്, മുസ്ലിങ്ങളിൽ അതീവ അന്ധമായിട്ട് ഈ ഒരു മതത്തിന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ അവർ പെട്ടെന്ന് അതിന് പുറത്തു വന്നു വെച്ചു. നിങ്ങളുടെ വാക്ക് കേട്ടിട്ടുള്ള നിങ്ങളുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് അവർ ഇതിന് പുറത്തു വന്നു. അപ്പൊ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടല്ലോ, അവർക്ക് മാനസികമായിട്ട് ഇത് എങ്ങോട്ട് പോകണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം? വളരെ സിമ്പിൾ അല്ലേ? ബാക്കിയുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് കാണും. അവിടെയാണ് നമ്മളെ ഹിന്ദുക്കളുടെയൊക്കെ ഒരു റോള് വരുന്നത്. നിങ്ങളാണ് ഇവിടുത്തെ താപ്പാനകൾ. അതെ, ഞാൻ കൊണ്ട് ഞാൻ ഹിന്ദുവാണ്. അതാ പറഞ്ഞ്, നിങ്ങളിവിടെ താപ്പാനകളുടെ റോളിലാണ്. നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നതെന്ന് അവർ കാണും. നിങ്ങൾ ജീവിക്കണ പോലെ അവർ ജീവിക്കാൻ തുടങ്ങും. അതെ, അത് നമ്മളെ മതത്തിനൊരു സ്വാതന്ത്ര്യമാണ്, നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. അതാ പറഞ്ഞു, അതേപോലെ അവർ ജീവിച്ചോളും. പതിയെ പതിയെ ആ ഒരു മോഡിലേക്ക് അവർ കൺവേർട്ടഡ് ആവും. ഇതത് ശീലമില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ഓക്കെ ശരി. അപ്പോൾ നിങ്ങളെ വിളിച്ചത് കിട്ടിയതിൽ വളരെ സന്തോഷം. ഞാൻ പിന്നെ കഴിഞ്ഞ ഒരാഴ്ച നിങ്ങളെ ഈ പ്രോഗ്രാമിൽ ഞാനൊരു 29 തവണ ഓരോരോ കോള് കഴിയുമ്പോൾ വിളിച്ചോണ്ട് എണ്ണിക്കൊണ്ട് 29. പിന്നെ ഞാൻ മടുത്തിട്ട് ഞാൻ ഫോണ് നിർത്തി. പിന്നെ അവസാനം നിങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡിസ്കൗണ്ട് പിന്നെ നിങ്ങളെ പ്രോഗ്രാം നിർത്തിയത്. ഇപ്പൊ മനസ്സിലായില്ലേ എവരി ഡോഗ് ഹാസ് എ ഡേ എന്ന് പറയുന്നത് ശരിയാണ്. അതാണ്. അപ്പോ വളരെ സന്തോഷം നിങ്ങളെ നേരിട്ട് സംസാരിക്കാൻ പറ്റി. ഇനി എപ്പോഴെങ്കിലും നേരിട്ട് കാണാൻ പറ്റുന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നമുക്ക് കാണാം. ഒക്ടോബർ 12 വന്നോളൂ, കോഴിക്കോട് ലിറ്റ്മസ്. ഓക്കെ, അത് എന്തെങ്കിലും ബുക്കിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടോ? അതുണ്ട്. എസൻസ് ഗ്ലോബലിന്റെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ശരി. നമ്മുടെ ചാറ്റിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ അഡ്മിൻസ് ആരയിൽ ഇപ്പോൾ ഇടും. അപ്പോൾ നിങ്ങൾക്ക് അതിന് കാണാം. പിന്നെ അതുകൂടാതെ നമ്മളുടെ വയനാട് ആ ഒരു റിലീഫ് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു ഫണ്ട് റൈസിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉദാരമായിട്ട് അതിലേക്ക് സംഭാവന ചെയ്യാം. അല്ല, നിങ്ങൾ ലിങ്ക് കൊടുക്കാന്ന് ഞാൻ ലിങ്ക് കാണുന്നില്ല. ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ആ ചാനലിൽ ലൈവിൽ കയറിയാൽ നിങ്ങൾക്ക് അവിടെ പിൻ ചെയ്ത് വെച്ചത് കാണാം. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ അഡ്മിൻസ് നമ്മൾ ആ ലിങ്ക് ഒന്ന് അവിടെ ഇട്ട് കൊടുത്താൽ, എസൻസ് ഗ്ലോബലിൻ്റെ ലിങ്കും ഒന്ന് ഇട്ട് കൊടുത്താൽ നന്നായിരുന്നു. യെസ്, അപ്പോൾ ഇവിടെ കാണും. നമുക്ക് ഒരു ലിങ്കേ പിൻ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ ഒരു കുഴപ്പമാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് രണ്ടാമത് കൊടുക്കാം. ഹലോ 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 പറഞ്ഞോളൂ. യെസ്, പറഞ്ഞോളൂ, ഉറക്കെ പറയൂ. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പം ആരെങ്കിലും യൂറോപ്പിൽ നിന്ന് വിളിക്കാമെന്ന് പറഞ്ഞ വിളിച്ചു നോക്കിയാണ്. അതെ, യൂറോപ്പിൽ നിന്നാണോ വിളിക്കുന്നത്? യൂറോപ്പിൽ നിന്നാണ്. യൂറോപ്പിലെ ഏത് രാജ്യത്തു നിന്നാണ്? ഞാൻ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ. റേഞ്ചുള്ള സ്ഥലം അവിടെയും ഇന്ത്യ മാതിരി തന്നെയാണെന്ന് തോന്നുന്നു. ഏതോ തട്ടുപൊളിപ്പൻ യൂറോപ്യൻ രാജ്യത്തിലാണെന്ന് തോന്നുന്നു. യൂറോപ്പിലാണെങ്കിലും നോക്കണം, മെട്രോയുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ റേഞ്ച് ഒന്നും കിട്ടിയല്ല. കണക്കാണ്. അതെ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ കഴിഞ്ഞ ദിവസം കുറച്ച് ടീം പഞ്ഞിക്കിട്ടിട്ട് പോയേ ഉള്ളൂ. കുറച്ച് കള്ളന്മാരെ മാലയൊക്കെ അടിച്ചിട്ടുപോയി. ശരി, മാലയൊക്കെ അടിച്ചോണ്ടുപോയി. അതാരാണെന്ന് വല്ല പിടിയുണ്ടോ? ആരെ കണ്ടാ എനിക്ക് മനസ്സിലാവും, അത്രേ ഉള്ളൂ. ശരി, ഇപ്പൊ സേഫ് ആണല്ലോ? ബോഡിക്ക് കംപ്ലൈന്റ് ഒന്നും ഉണ്ടായില്ലല്ലോ? ബോഡിക്ക് കംപ്ലൈന്റ് മുട്ടി ചെറുതായിട്ട് അവിടെ പോയി ഞാൻ ഓടി. ശരി, മുറിഞ്ഞു? അത് വിട കാര്യം. ഓക്കെ, മുറിഞ്ഞല്ല, ചില സമയങ്ങളിൽ ചെറിയ പറയൂ. അപ്പൊ നമ്മളുടെ വിഷയം പറയൂ. എന്താണ് അവിടെ നിങ്ങളുടെ നാട്ടിലെ ഏതാണ് വലതുപക്ഷം? ഇവിടെ വലതുപക്ഷം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ പറഞ്ഞ് ഈ ജർമ്മനിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പൊ നമ്മൾ വിചാരിക്കും ജർമ്മനിലെ ഈ ന്യൂസുകളെല്ലാം ഈ യൂറോപ്യൻ കൺട്രീസിലുള്ള രാജ്യങ്ങളിലെല്ലാം കറക്റ്റായിട്ട് എല്ലാം കത്തിക്കുത്ത് നടത്തി അവർക്ക് ഒത്തി കൊന്നതൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ലോക്കൽ ചാനലുകളിൽ കറക്റ്റ് ഇവർക്ക് ഇപ്പൊ ഇറ്റാലിയൻസ് എന്ന് പറഞ്ഞാല് അവർക്ക് ഈ ജർമ്മൻസിനോട് നമ്മൾ പണ്ട് വിചാരിക്കും ഇവരെല്ലാം സഖ്യകക്ഷമായിരുന്നില്ലേ എന്ന് വിചാരിക്കും. പക്ഷെ ഇവർക്ക് ശരിക്കും ഇറ്റാലിയൻസിന് ജർമ്മൻസിനോട് ഭയങ്കര വൈരാഗ്യം അവർക്ക് വൈരാഗ്യമുണ്ട്. അവർക്ക് നോർമലായിട്ട് ഞങ്ങളെന്തോ ഇതിലേക്ക് വലിച്ചു ഞങ്ങളെ ആ രീതിയിലാക്കി എന്ന രീതിയിൽ. ഈ റെഫ്യൂജി ക്രൈസിസിന്റെ ഇടയ്ക്ക്
ഏറ്റവും കൂടുതൽ ഇവരെ വെൽക്കം ചെയ്യാൻ വേണ്ടി ആദ്യം വന്നത് ജർമ്മനിയായിരുന്നു. ജർമ്മനി, സ്വീഡനൊക്കെയാണ്. ഇന്നിപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ പണി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതല്ല, ഇവർക്ക് ഇപ്പൊ ലോക്കൽ ചാനൽ ഇപ്പൊ ഒരു കത്തികൾ ഇങ്ങനെ നടന്ന് ഇപ്പൊ ഇറ്റലിയിൽ എന്റെ കാര്യമായിട്ട് ഇങ്ങനെ നടക്കുന്നില്ല. പ്രത്യേകിച്ച് ഇവര് പറയണത്, ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന പല സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ ഇറ്റാലിയൻസ് ആയിട്ട് ആൾക്കാർ പറഞ്ഞത് ഇത് പാപ്പ ഉണ്ടല്ലോ, അതുകൊണ്ട് പാപ്പ ഉള്ളത് കൊണ്ട് മുസ്ലിംസൊന്നും ഇടപെടുന്നില്ല, മറ്റാണ് മറിച്ചാണ് അവരോട് എന്തോ ഒരു ബഹുമാനം കൊണ്ട് വാങ്ങാത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ വർക്ക് ചെയ്യുമ്പോഴേക്കും എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. അവരോടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും എന്നെ കൺവേർട്ട് ചെയ്യാൻ, എന്നെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പല ഈ ബംഗ്ലാദേശികളും ശ്രമിച്ചിട്ടുണ്ട്. അതല്ല പറഞ്ഞു തന്നെ. ഇപ്പൊ ന്യൂസ് ഇപ്പൊ പറഞ്ഞത് ജർമ്മനിലെ കാര്യമല്ലേ, ജർമ്മനിലെ ന്യൂസിലെ കാര്യം പറയാൻ വേണ്ടി ജർമ്മനിൽ ഇവിടെ കാണിച്ചു പറഞ്ഞാൽ കത്തിക്കുട്ടിയാണ്. ഇപ്പൊ അത് ഒരു ടെററിസ്റ്റ് ആണെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു ഭയങ്കരമായിട്ട് നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ന്യൂസ് നമ്മുടെ നാളെ കൊടുക്കുന്ന ന്യൂസ് പോലെ ഇവിടെ കൊടുക്കുന്നുള്ളൂ, അല്ലാണ്ട് ഇതിന് കൊടുക്കുന്നില്ല. നമ്മുടെ ഇവിടുത്തെ മാതിരി പൊലിപ്പിക്കുന്നില്ല. ഇല്ല, ഒരു പൊലിപ്പിക്കലില്ല. ഇവിടെ പറയണത് വലതുപക്ഷമാണ്, ഇതിനെന്തോ പൊലിപ്പിക്കുന്നുണ്ട്, മറ്റാ മറിച്ചാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ അങ്ങനെ പൊലിപ്പിക്കൽ നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഇല്ലേ? കാര്യങ്ങളുടെ ആ ഒരു യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തുന്നതിന് തടസ്സമല്ലേ അത്? ശരിക്കും അത് കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ശരിക്കും ജനങ്ങളിലേക്ക് എത്തുന്നതിന് ഭയങ്കരമായ തടസ്സമുണ്ട്. അതിന് ഭയങ്കരമായ തടസ്സമുണ്ട്. അത് നമ്മൾ ഇവിടെ കൂടുതൽ സംസാരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ വോയിസിന് ഒരു പ്രശ്നമുണ്ട്. അത് കാണികൾ ഒരു പ്രശ്നം പറയുന്നുണ്ട്. നമ്മൾ വോയിസ് ക്ലിയർ ഇല്ലെങ്കിൽ നമ്മൾ എത്ര സംസാരിച്ചിട്ടും കാര്യമില്ല. അതാണ് കുഴപ്പം. നമുക്ക് മറ്റൊരു അവസരത്തിലാക്കാം, അതായിരിക്കും നല്ലത്. എന്തായാലും താങ്ക്സ് ജോയിൻ ചെയ്തതിന്. ഓക്കെ. ഹലോ. പറയൂ, ആരാണ്? എൻ്റെ പേര് ഷാഹുൽ. ഷാഹുൽ, പറഞ്ഞോളൂ. മലപ്പുറം കോട്ടക്കൽ. വിശ്വാസിയാണോ? അല്ല. ശരി. ഇപ്പം അങ്ങനെയൊക്കെ ചോദിക്കേണ്ട അവസ്ഥയാണ്, അതുകൊണ്ടാണ് ചോദിക്കണത്. ഒന്നും വിചാരിക്കണ്ട. അസ്സലായി അലക്കും, പറഞ്ഞോളൂ. ഞാനും അലക്കും അസ്സലായി. അത് ശരി. എന്താ പിന്നെ ഇത് ക്ലോസറ്റഡ് എക്സ് മുസ്ലിം ആണോ അതോ പുറത്ത് പറഞ്ഞിട്ടുള്ള ആളാണോ? വളരെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഇന്ന് പ്രത്യേകിച്ച് വല്ല വിഷയമുണ്ടോ? വിഷയമുണ്ട്. നമ്മുടെ ജർമ്മനിയിലെ കത്തിക്കുത്തും അതിനകത്ത് കീഴടങ്ങിയ നമ്മളെ യഹോവ സാക്ഷി, നമ്മളുടെ സിറിയൻ അഭയാർത്ഥി. ഞാൻ ചേലാകർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനാണ് വിചാരിച്ചിരുന്നത്. അതിനൊന്ന് പറ്റുമെങ്കിൽ ഓക്കെ. പറഞ്ഞോളൂ. നിങ്ങള് സ്ഥിരമായി പറയാറുള്ള സ്ത്രീ ചേലാകർമ്മത്തെയാണ് ഇതാണ് പറയാറുള്ളത്. വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ പറയാറുള്ളത്, ഞാനൊരു 30 വയസ്സുള്ള മകനുള്ള ഒരു 30 വയസ്സായ ചെറുപ്പക്കാരനാണ്. അപ്പോ എനിക്കും 30 വയസ്സാണ്, എന്റെ മകനും 30 വയസ്സാണ്, ഞാൻ മാനസികമായി 30 വയസ്സാണ്, മകന് ശാരീരികമായി 30 വയസ്സാണ്. അവന്റെ ചേലാകർമ്മം നടത്തിയിട്ടില്ല. അതെങ്ങനെ സാധിച്ചു? ആ കാര്യവും പറയാനുണ്ടായിരുന്നതാണ്. അതായത് വീട്ടില് ജ്യേഷ്ഠന്മാര് ചേലാകർമ്മം നടത്തണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഞാൻ എന്തായാലും പോയി, എന്റെ സമ്മതമില്ലാത്തന്നെ അവർ കൊണ്ടുപോയി ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുപോയി ചെയ്യണമെന്ന് കുഴപ്പമില്ല, തിരിച്ചു കൊണ്ടുവരുമ്പോ ഞാൻ തപ്പി നോക്കുമ്പോ കുറ്റി കാണാൻ പാടില്ല പറഞ്ഞു. അങ്ങനെ അത് പിന്നെ അവിടുന്ന് വീണ്ടും പോയി മുന്നോട്ട് പോയപ്പോ അവര് ഗൾഫിലാണ്. ഞാൻ പറഞ്ഞു വീണ്ടും അവർ ചെയ്യുന്നുള്ള അവസ്ഥയിലെത്തിയപ്പോ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ ഗൾഫൊക്കെ പോക്കൊക്കെ മാറ്റി വെച്ച് നമുക്ക് ഇവിടെ കേസായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ ആ വിഷയം അവിടെ നിർത്താൻ പറ്റി. പിന്നെ അപ്പൊ അതിൽ ആ ഒരു വിഷയമാണ് പറയേണ്ടിയിരുന്നത്. രണ്ടാമത്തെ ഒരു വിഷയം, ഇപ്പോ നിങ്ങൾ ചേലാകർമ്മം പറയുമ്പോൾ സ്ത്രീകളുടെ ചേലാകർമ്മവുമായിട്ട് അവരെ അടിക്കുകയാണ് ചെയ്യുന്നത്. വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഞാൻ പൊതുവെ പറയാറുള്ളത്, ആന്തരികാവയവം ബാഹ്യാവയവം മനുഷ്യർക്കുണ്ട്, അല്ലെങ്കിൽ എല്ലാ ജീവികൾക്കുണ്ട്. അർദ്ധ ആന്തരിക അവയവം എന്നൊരു അവയവം, പല അവയവങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് നാവ്, അതേപോലെ ലിംഗം, യോനി, ഇതൊക്കെ അർദ്ധ ആന്തരിക അവയവങ്ങളാണ്. എന്നാൽ പുരുഷന്റെ ലിംഗം എന്ന് പറയുന്നത് ബാഹ്യ അവയവമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും യോനി എന്ന് പറയുന്ന അർദ്ധ ആന്തരിക അവയവത്തിലേക്ക് സമാനപ്പെടുന്ന അർദ്ധ ആന്തരിക അവയവമായി മാറാനുള്ളതാണ് അഗ്രചർമ്മം.
അതുകൊണ്ട് തന്നെ അഗ്രചർമ്മം ഒരിക്കലും മുറിക്കാൻ പാടില്ലാത്തതാണ്. കാരണം അവയവങ്ങൾ തമ്മിൽ ഇപ്പൊ കയ്യും കൂടി തമ്മിൽ ചേരാം, കിഡ്നിയും കയ്യും തമ്മിൽ ചേരൂല. അപ്പൊ അതുകൊണ്ട് അത് ആന്തരിക അവയവമാണ്. ആന്തരിക അവയവത്തിന് ആന്തരിക അവയവം തന്നെയാണ് വേണം. അപ്പൊ അർദ്ധ ആന്തരിക അവയവം ഇപ്പൊ നമ്മുടെ ചുണ്ട്, നാവ്, ഇതൊക്കെ അർദ്ധ ആന്തരിക അവയവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ മ്യൂച്വൽ കോണ്ടാക്ട് ഉണ്ടാവണമെങ്കിൽ ഈ ലിംഗവും അർദ്ധ ആന്തരിക അവയവമായി മാറേണ്ടതുണ്ട്. അതിന് പ്രകൃതി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇത് ഉദ്ധരിക്കുമ്പോ അതിന്റെ അഗ്രചർമ്മം പിറകോട്ട് മാറിയിട്ട് അങ്ങനെ സംഭവിക്കുക എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ഈ ഒരു വിവരം എവിടുന്ന ലഭിച്ചത്? ഇത് എന്റെ ചിന്തയാണ്. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഇത് സയന്റിഫിക്കലി നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്യാറില്ല. ഇതിന്റെ റീസൺ വേറെ തന്നെയാണ്. ഓക്കെ, നമുക്ക് നിങ്ങളുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങളുടെ എത്തിയ ആ ഒരു കൺക്ലൂഷന് വേണ്ടി നിങ്ങളെടുത്ത ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് രീതി നമ്മൾ സമ്മതിക്കുന്നു, പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമുക്കത് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായ വിവരങ്ങളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓർഗൻസിന് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയാറില്ല. ശരി, ഓക്കെ. ഞാൻ എന്റെ കണ്ടതിലാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ, അഗ്രചർമ്മത്തിലുള്ള ഈ സെൻസേഷൻസ് എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടതായി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനെ അത്ര ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ പറയുന്നില്ലേ എന്നൊരു സംശയവും കൂടി എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇല്ല, നമ്മളെപ്പോഴും പറയാറുണ്ട് അത്. ശരി, ഓക്കെ. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ് നമ്മൾ പറയാറ്. അതെ, അതായത് അതായത് ഈ അഗ്രചർമ്മം മുറിച്ചവരൊക്കെ സ്വർഗരതിയിലേക്കും മറ്റും പോകുന്നത് ഇവരുടെ അത് നിങ്ങൾ മിഞ്ഞാന്നത്തെ ലൈവ് പറഞ്ഞു, അവർക്ക് ഇത് പൂർത്തീകരണം കിട്ടുന്നില്ല. അപ്പൊ ഇത് ഒന്നിലധികം ചെയ്തു നോക്കിയിട്ടോ അധികം മുറുക്കമുള്ളതിൽ ചെയ്തു നോക്കിയിട്ടോ അവരുടെ മാനസികമായ സന്തോഷത്തിലേക്ക് എത്താൻ അവര് പെടുന്ന പാടാണ് ഈ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ് എന്നൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു. അതിലെ ചില കാര്യങ്ങളാണ് ഞാനും പറഞ്ഞത്. പക്ഷെ അത് ഞാൻ അർദ്ധ ആന്തരിക അവയവം പറഞ്ഞ പോലെ തന്നെ ഒരു വിഷയമായിട്ട് വെരിഫൈഡ് അല്ല. പക്ഷെ ആളുകൾ അങ്ങനെ പറയാറുണ്ട്. ഇതാണ് മീൻസ് ഇത് ചെയ്യുന്ന ആളുകൾ, ഇത് ചെയ്ത ആളുകൾ അവരുടെ റീസൺ അതാണ്. അങ്ങനെയാണ് നമുക്കത് അറിയാൻ കഴിയുന്നത്. എന്റെ മകന്റെ ചേലാകർമ്മത്തിന്റെ വിഷയം ഞാൻ അവന് പേരിട്ടത് വാജിദ് എന്നാണ്. വാജിദ്, ഓക്കെ. വാജിദ് എന്ന് പറഞ്ഞാൽ വജത, കണ്ടെത്തുന്നവെന്നാ. അപ്പൊ അവൻ കണ്ടെത്തട്ടെ, അവന്റെ ചേല അവൻ മുറിച്ച് അവൻക്ക് മുറിക്കണമെന്ന് തോന്നിയിട്ട് അവൻ തന്നെ അത് മുറിച്ചിട്ട് അവൻ ലോകത്തോട് പറയട്ടെ. പേരുകളായിപ്പോയി. അത് പറയുമ്പോ വേറൊരു തമാശ ഉണ്ട്. എന്റെ പേരിന്റെ അർത്ഥം ഇട്ടുകുടുങ്ങിയ ആൾക്കാരാണ് എന്റെ ബാപ്പയമ്മയും. എന്താ പേരിന്റെ അർത്ഥം? സുന്ദരനായ അറിവുള്ളവൻ. ഇത്ര അന്വർത്ഥം ആവുമല്ലോ. ആരും തല്ലരുത്. നെറ്റ് കയറിയത് കുറച്ചും കൂടി ഒന്ന് റെഡിയാക്കിയാലേ. റെഡിയാക്കണം. 100% സമയം കിട്ടിയിട്ടില്ല. നമുക്ക് സമയം കിട്ടുമ്പോൾ ശരിയാക്കാം. കുറച്ച് കാശ് ചെമ്പ് ചെലവാകും. ഓക്കെ, ഏതായാലും കൂടുതൽ സമയം ഞാൻ കളയുന്നില്ല. ഓക്കെ, താങ്ക് യു. എന്തായാലും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് ഈ വിവരങ്ങൾ എത്തിക്കുക. എനിക്കത് എന്താണ് എന്റെ പണി, വേറൊരു പണി എനിക്കില്ല. വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. ഓക്കെ, ബൈ. യെസ്, എന്തായാലും ബാപ്പന്മാർ പേരിടുന്നതിൻ്റെ ഉദ്ദേശങ്ങളാണ്. ഇത്രയൊന്നും ആരും ഉദ്ദേശിക്കരുത്. കൊള്ളാം. ഹലോ. യെസ്, സ്ഥിരം വിഷ്ണു പറയൂ. ഓക്കെ, ആരിഫ്, എനിക്ക് പറയാനുള്ള കാര്യം വേറൊന്നുമല്ല. ഞാന് ഇടയ്ക്ക് പോളണ്ടിന്റെ ഒരു പാർലമെന്റ് അംഗം പറയുന്നുണ്ടായിരുന്നു, നമ്മള് റെഫ്യൂജിയുടെ കാര്യത്തിൽ സ്ട്രിക്റ്റ് തന്നെ ആയിരിക്കും. അപ്പം എതിർപക്ഷത്തുള്ള ഹോസ്റ്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ റേസിസ്റ്റ് ആണ്, നിങ്ങളിനി എന്തൊക്കെ വിളിച്ചാലും ശരി, നമുക്ക് റെഫ്യൂജിയുടെ കാര്യത്തിൽ ഒരു ഒറ്റ നിലപാടേ ഉള്ളൂ, അത് അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് അവിടെ ഒരു അതെ പോളണ്ട്, അതുകൊണ്ടാണ് അവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടക്കാത്തത്. ഇപ്പം ഇന്ത്യയിൽ പോലും മറ്റേ ഒരു റെഫ്യൂജീസിന്റെ ഒരു വിഷയം വന്നപ്പോ ആരെ കയറ്റിവിടില്ല. അപ്പൊ മുസ്ലിംസ് എന്നുള്ളൊരു എതിർപ്പ് വരുന്നതിന്റെ എന്താ പറയണ്ട ഒരു മെയിൻ റീസൺ ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഒരു ഏത്തീസ്റ്റായ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതേതര അല്ലെങ്കിൽ മതമില്ല എന്ന രീതിയിൽ പോകുമ്പോഴും ഈ BJP എന്ന പാർട്ടി ഞാൻ ഏറ്റവും കൂടെ വേർതിരുന്ന പാർട്ടിയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മതം പ്രചരിപ്പിക്കുന്നു എന്നുള്ള ഒരു ഹിന്ദു മതം.
പക്ഷേ എന്റെ മോളോ അല്ലെ എന്റെ മോളുടെ ഫ്യൂച്ചറോ അല്ലെ അങ്ങോട്ടുള്ള ജനറേഷനിലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവാതെ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വിലങ്ങുതടിക്കാൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം പ്രചരിപ്പിക്കുന്ന ആൾക്കാർ എന്നുള്ളത് ഒരു ബോധം എനിക്ക് ഉള്ളതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ BJP വോട്ട് ചെയ്യുന്നത്. നിങ്ങളെ തെറ്റ് പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇനി നമ്മുടെ നാട്ടിൽ കാണാൻ പോകുന്നത് ഒളിച്ചും പാത്തുമൊക്കെ BJPക്ക് വോട്ട് ചെയ്തിരുന്ന ആളുകളെ വളരെ പെട്ടെന്ന് BJP പാളയത്തിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയാണ് ഇനി ഇവിടുത്തെ ഇടതുപക്ഷം ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ അത് ഓൾറെഡി ചെയ്ത് തുടങ്ങിയെന്ന് പറയാം. എന്ന് വെച്ചാൽ ഇപ്പോൾ പോർക്ക് ഫെസ്റ്റ് ഒക്കെ നടത്തിയത് അതിൻ്റെ തുടക്കമാണ്. അപ്പോൾ അത് ശരി, ഇപ്പം നമ്മൾ പറഞ്ഞു തന്നെയല്ലേ ഇപ്പോൾ അവരും പറയണത്. എന്നാൽ പിന്നെ നമുക്ക് എന്തിനാ ഇനിയിപ്പോൾ അവർക്ക് വോട്ട് കൊടുത്ത് വീണ്ടും പരീക്ഷിക്കുന്നത്, നമുക്ക് നേരെ ഇവർക്കും കൊടുത്താൽ പോരെ എന്ന് ചിന്തിക്കും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇത് സംഭവം അവർക്ക് അവരുടെ തെറ്റ് അവരുടെ അബദ്ധം മനസ്സിലായി. അവര് മുസ്ലിം വോട്ടിന് വേണ്ടി അവർ ശ്രമിച്ചു, കിട്ടുന്നില്ല. ആരിഫ് പറഞ്ഞ പോലെ തന്നെ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോ അവർ പതുക്കെ RSSന്റെ BJP ലൈനിലോട്ട് പിടിക്കാൻ നോക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇപ്പൊ ആരിഫ് പറഞ്ഞ പോലെ ഒരേ പാളയത്തിൽ എത്തുമ്പോ എല്ലാരും ഒരുപോലെ അല്ലേ, എന്നാ പിന്നെ ഞാൻ ശ്രമിച്ചാൽ അവർക്ക് വോട്ട് കൊടുത്തോളാം എന്നുള്ള ബോധം വരും. അത് ഓൾറെഡി ശ്രമിച്ചു, അത് ഓൾറെഡി കണ്ടതാണ് ലോക്സഭയിൽ നമ്മൾ ഇലക്ഷനിൽ നമ്മൾ കണ്ടത്. അതെ, വോട്ട് പെർസെന്റേജ് നല്ലപോലെ കയറുന്നുണ്ട്. ഇപ്പൊ നമുക്ക് സീറ്റ് കിട്ടുന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ. എനിക്ക് ഞാൻ ഇപ്പോഴും ഫ്രണ്ട്സുമായിട്ട് ഡിബേറ്റ് ചെയ്യുമ്പോഴും എല്ലാവരും മറ്റേ ഇടതുപക്ഷ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഡിബേറ്റ് ചെയ്യുമ്പോഴും അവര് മറ്റേ വലിയ മതേതരവാദികളായിട്ടൊക്കെ സംസാരിക്കുമ്പോഴും ഞാൻ മറ്റേ എന്തോന്നു നീ രവി ദൈവത്തിനല്ല നീ വിശ്വസിക്കുന്നതൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുമ്പോഴും ഞാൻ പറഞ്ഞ ഒറ്റൊരു കാര്യമുള്ളൂ, എനിക്ക് അല്ലെങ്കിൽ എന്റെ ഫ്യൂച്ചർ ജനറേഷൻ ഇവിടെ സേഫ് ആയിട്ടിരിക്കണം. അത് ആ ഒരു ചിന്തയിലാണ് ഞാൻ പോകുന്നത് ശരിക്കും. അതിനുവേണ്ടി ഞാൻ നിങ്ങൾ എന്നെ റേസിസ്റ്റ് എന്നോ അല്ലെങ്കിൽ വർഗീയവാദി എന്നോ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ല. അതാണ് എന്റെ ഇവിടെ BJPനെ കുറ്റം പറയാൻ പറ്റാത്ത ഒരു മേഖല എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റിയുടെ വിഷയത്തിലാണ്. കറക്റ്റ്, എക്സാക്ട്ലി. അതിന് ശേഷമുള്ള കാര്യങ്ങളിൽ അവർ ചെയ്യുന്നതിൽ പലതും പ്രശ്നങ്ങളുണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും പൊളിഞ്ഞ ഒരു മേഖല എന്ന് പറയുന്നത് നമ്മളുടെ ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലാണ് ഞാനിപ്പോൾ കാണുന്നത്. വളരെ തെറ്റായിട്ടുള്ള രീതിയിലാണ്. ഇപ്പോൾ ടാക്സേഷൻ്റെ കാര്യങ്ങളൊക്കെ ഒരു പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നിലവിലിവിടെ ഉള്ളത്. അതുപോലെ തന്നെ ലാഭം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു കച്ചവടം ചെയ്ത് അതിൽ ലാഭം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ക്രൈമായിട്ടാണ് ഇപ്പോൾ നിലവിൽ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ GST ഒക്കെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഗുണമൊന്നും ഇപ്പോൾ ഇല്ല, അത് മാറി. അതിൽ നിന്നൊക്കെ ഒരുപാട് വഴി തെറ്റിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുക എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ശതമാനം ആളുകൾ ഈ ഏൺ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, അവർ പൈസ ആയി കഴിയുമ്പോൾ അവർ നല്ല രാജ്യത്ത് പോയിട്ട് ജീവിക്കാനാണ് നോക്കുക. കാരണം ശമ്പളം ഇവിടെ കിട്ടും, നല്ല കമ്പനിയിലൊക്കെ ജോലിയൊക്കെ കിട്ടിയ ശമ്പളമൊക്കെ കിട്ടും. മാസം 2-3 ലക്ഷം രൂപയൊക്കെ ശമ്പളമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനെന്താ ചെയ്യുക? ആ ശമ്പളമൊക്കെ സ്വരുക്കൂട്ടിയിട്ട് അവനൊരു പെർമനൻറ്റ് PR കിട്ടുന്ന തലത്തിൽ കാര്യങ്ങൾ നീക്കി നല്ല രീതിയിൽ എവിടെയാണോ റിട്ടയർ ചെയ്യാൻ പറ്റുക അത് നോക്കിയിട്ട് ചാടും. അതാണ് ഉണ്ടാവുക. പക്ഷേ അപ്പോൾ സംഭവിക്കുന്ന വേറെ കാര്യമുണ്ട്. ഇതുപോലെ ചാടിയ പഴയ ആളുകൾ അവർക്ക് ഈ നൊസ്റ്റാൾജിയാണ് മൊത്തം. ആ നൊസ്റ്റാൾജി മൂത്തിട്ട് അവർ തിരിച്ച് നാട്ടിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് പോകും. പക്ഷെ അപ്പോൾ പ്രശ്നം ഇന്ത്യയിൽ ഒരു ഏജിങ് പോപ്പുലേഷനായിട്ട് മാറുന്നുള്ളതാണ് പ്രശ്നം. വീണ്ടും നമ്മൾ അഫക്റ്റ് ചെയ്യുക. അവിടെ വേറെ പ്രശ്നമുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ ഒരു പ്രശ്നം, അതായത് നമ്മൾ ഈ റെഫ്യൂജി പ്രശ്നം അല്ലെങ്കിൽ ഒരു ഇസ്ലാം വൽക്കരണം എന്നുള്ള സംഭവം ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് BJP എന്നുള്ളൊരു പാർട്ടിയാണ്, അല്ലെങ്കിൽ അവരുടെ RSS എന്നുള്ള സംഘടന. കാരണം അവർക്കറിയാം അതിന്റെ ഡേഞ്ചർ എന്നുള്ള എന്താണെന്നുള്ള സംഭവങ്ങൾ. പിന്നെ സംസ്കാരം വളർത്തുക അതൊക്കെ അത് അവര് പറഞ്ഞു നടക്കുന്ന സംഭവമാണ്. ഏറ്റവും പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇസ്ലാം വൽക്കരണമാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ ഈ ആരിഫ് പറഞ്ഞ ഈ ഫിനാൻസ് പരമായിട്ടുള്ള മോശം ഡിസിഷൻസ് എടുക്കുമ്പോൾ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന പോലെ എല്ലാം ചർച്ച ചെയ്യത്തില്ല. മനസ്സിലായല്ലേ? നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പ്രശ്നങ്ങളാണ്, ഈ രാജ്യസുരക്ഷയൊക്കെ. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും ചർച്ച ചെയ്യുന്നത് അവരുടെ ഡെയിലി ഇൻകത്തിന്റെയും അവരുടെ പിടിക്കുന്ന ടാക്സുകളെ കുറിച്ചായിരിക്കും. ഈ വോട്ട് മറിയുന്നത് ഫുള്ള് അങ്ങോട്ടായിരിക്കും. തിരിച്ച് വോട്ട് മറിയുമ്പോൾ പ്രശ്നം BJP നാളെ തോറ്റു പോകുമ്പോൾ അവിടെ വിഷയം വരുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന നാഷണൽ സെക്യൂരിറ്റി ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഇത് ഈ UP അല്ലെങ്കിൽ
അതെ അതെ, ഈ മുന്നണി വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതൊരു നല്ല രീതിയിൽ നാഷണൽ സെക്യൂരിറ്റി സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏൺ ചെയ്താൽ എനിക്ക് ജീവിക്കാം. മനസ്സിലായില്ലേ? ഞാൻ ടാക്സ് കൊടുത്ത ഞാൻ എത്ര ടാക്സ് കൊടുത്തോളം ഞാൻ ജീവിക്കാൻ റെഡിയാണ്. പക്ഷേ സെക്യൂരിറ്റി എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ അത് എന്റെ കയ്യിലല്ല ആക്ച്വലി. എന്തായാലും ഇതിപ്പോൾ നമ്മൾ ഇൻഡിറക്ട്ലി അല്ലെങ്കിൽ ഡയറക്ട്ലി BJPക്ക് വോട്ട് പിടിക്കുന്ന പരിപാടിയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിർത്താനാണ് നാട്ടുകാർ പറയുന്നത്. സോ നമുക്ക് പറയാനുള്ളത് പറഞ്ഞാൽ പോകാൻ പറ്റില്ല. ഇവിടെ നിലവിൽ വലിയ ഇടതുപക്ഷ ചിന്തകരായിട്ടും എഴുത്തുകാരായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ അധികം വൈകാതെ എല്ലാവരും BJPക്കാരായിട്ട് മാറും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്കൊരു 5 മിനിറ്റ്സും കൂടി ഉണ്ട്. ഒരു കോളും കൂടി എടുക്കാം, ഒരേ ഒരു കോൾ. യെസ്, പറയൂ. ഹലോ, ഹുസൈനാണോ? പറയൂ, ആരാണ്? പേര് പറയണില്ല. അതെ, എക്സ് മുസ്ലിം ആണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. പറഞ്ഞോളൂ. അല്ല, ജസ്റ്റ് ഒരു ഹായ് പറയാൻ കയറിയതാണ്. ജസ്റ്റ് ഒരു ഹായ് പറയാൻ വേണ്ടി കയറിയതാണ്. വളരെ സന്തോഷം. താങ്ക്സ് ഫോർ ജോയിനിങ്. ഓക്കെ, വീണ്ടും ഒരു എക്സ് മുസ്ലിമിനെ നമ്മൾ കണ്ടെത്തി. അപ്പൊ എങ്ങനെയാണ് ആ എക്സ് മുസ്ലിമായ ഒരു ജേണി ചെറുതായി ഒന്ന് പറയുകയാണെങ്കിൽ? ഈ ഒരു ഡോക്യുമെന്ററി ഉണ്ട്, ബുരാരി ഡെത്ത് കേസ്, നെറ്റ്ഫ്ലിക്സിലുള്ളതാണ്. അത് കണ്ടിട്ട് പിന്നെ നമ്മള് ലിയാഖത്ത് വീഡിയോ കണ്ട്. അപ്പൊ അങ്ങനെ കണ്ടപ്പോ പോയി. അല്ല, അതിനുശേഷം ഞാനൊരു സൂസൈഡൽ തോട്ട് വരെ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ കുറച്ച് റിലീജിയസ് ഫാമിലിയാണ്, അതിനുവേണ്ടി കുറെ പൈസ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പള്ളി കമ്മിറ്റിയിലും എല്ലാത്തിലും ഉള്ള ആൾക്കാരാണ്. വീട്ടിൽ പറയാൻ പോയപ്പോ ഹജ്ജിന് പോവാൻ തയ്യാറെടുക്കുന്നു. അപ്പൊ പറയാൻ പറ്റിയില്ല. ഹജ്ജിന് പോയി. വീട്ടുകാർ ഹജ്ജിന് അല്ല, ഞാനല്ല, വീട്ടുകാർ പറയാൻ വേണ്ടി ചെന്നപ്പോ വീട്ടുകാർ പോകാൻ റെഡിയായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പോ സെറ്റിൽഡ് ആയോ കാര്യങ്ങളൊക്കെ? ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. എത്ര വയസ്സ്? ഒരു റേഞ്ച് പറഞ്ഞാൽ മതി. എക്സാക്ട് റേഞ്ച് ഒരു 20-24 വയസ്സിനടക്കാം. വളരെ യങ്, വളരെ ഏർലി. ഓക്കെ, എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമ്മളുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സാറിന്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ലിയാഖത്ത് അലിയുടെ വീഡിയോയും ഒക്കെ കാണുമ്പോൾ നമുക്ക് മതത്തിന്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ പറ്റും. സാറിന്റെ വീഡിയോ കണ്ടപ്പോൾ നമുക്കിത് ഫേസ് ചെയ്യാൻ പറ്റും, ഡീൽ ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായി. ഒരു കയ്യടി തരട്ടെ. ഇത്തവണ BJPക്കാണ് ഞാൻ വോട്ട് ചെയ്തത്. നേരത്തെ വോട്ടിംഗ് പെർസെന്റേജ് BJPക്കാണ് വോട്ട് ചെയ്തത്. BJPക്കോ? കൊള്ളാം, അടിപൊളി. എന്നിട്ട് അല്ല, ഇത് പിന്നെ ഇത് ഇപ്പൊ ആരുടെ അടുത്തും പറയാൻ പറ്റില്ലല്ലോ. എന്താ BJPക്ക് വോട്ട് ചെയ്യാനുള്ള കാരണം? ഒരു എക്സ് മുസ്ലിം ആയതിന്റെ പേരിൽ? നമ്മളിപ്പോ ഞാൻ മറ്റേ ജയ്സായ് ദീപക് അറിയോ, അഡ്വക്കേറ്റ്, പുള്ളിയുടെ വീഡിയോ ഒക്കെ കാണുന്ന ആളാണ്. അത് ജസ്റ്റ് നേരത്തെ തൊട്ട് വിശ്വാസിയായിരുന്നപ്പോഴും ജസ്റ്റ് കാണുമായിരുന്നു. നല്ല ടോക്ക് ആയതുകൊണ്ട് കാണുന്ന ആളായിരുന്നു. ഈ നാഷണൽ സെക്യൂരിറ്റി നമ്മളിത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ അപകടം നമുക്കാണ് ശരിക്കും അറിയാവുന്നത്. എന്തായാലും ഈ ക്ലോസറ്റഡ് ആയിട്ട് നിൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ബിക്കോസ് യുവർ ഫസ്റ്റ് പ്രയോറിറ്റി ഷുഡ് ബി ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഓക്കെ, നിങ്ങൾ സെറ്റിൽഡ് ആവണം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഈ യുദ്ധമൊക്കെ അത് കഴിഞ്ഞിട്ട് മതി. ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് അസ്കർ അലി എവിടെ പോയി. അസ്കർ അലി അവൻ ആ ഒരു ഇൻഡിപെൻഡൻസ് നേടാൻ വേണ്ടി പോയിരിക്കുകയാണ്, പഠിക്കുകയാണ്, അതിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ ആൾ സെറ്റിൽഡായി ഇത് പറയാവുന്നൊരു ഘട്ടം വരുമ്പോൾ വരും. അല്ലെങ്കിൽ നമ്മളെ ബാധിക്കും. നമുക്ക് വിശന്നിരിക്കുമ്പോൾ ഇത് പറയാൻ കഴിയില്ല. നമ്മൾ പട്ടിണി കിടന്നുകൊണ്ട് പറയാൻ പറ്റില്ല. നമുക്ക് ഇത് വയറ് നിറഞ്ഞ് ഇതിനുള്ള എനർജി നമുക്ക് വേണം. ഒന്നുമില്ലെങ്കിൽ സൂടാപ്പികൾ ഓടിക്കുമ്പോൾ ഓടാനുള്ള എനർജിയെങ്കിലും വേണ്ടേ? അതെങ്കിലും വേണം. അപ്പോൾ നമ്മൾ ആ ഒരു ലെവൽ എത്തുമ്പോഴേ നമുക്ക് ഇതൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുക. ആ ലെവൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ ആരും തൊടില്ല. അതാണ് നമ്മൾ പറയുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ.
എങ്ങനെ ഇത്രയും ധൈര്യം വന്ന് നമ്മളിപ്പോ ഈ ഒരു കാര്യം പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഹോമിയോപ്പതി ഡോക്ടറായിട്ട് അതെങ്ങനെ വിട്ടു? ഒന്ന് ജോലിയെല്ലാം പോയിട്ടാണ് എല്ലാം ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത സിറ്റുവേഷനിലാണ് ഇറങ്ങിയത്. ഒരു കാര്യമുണ്ട്, അത് ഇത്രയേ ഉള്ളൂ. പണ്ട് നമ്മളൊരു കുറിപ്പ് എഴുതിയപ്പോഴും അതിനകത്ത് എഴുതിയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് നമ്മൾ ഒരു സ്കൈ ഡാഡി സംരക്ഷിക്കാനില്ല എന്നൊരു തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആകെ കൂടി ഡിപ്പെൻഡ് ചെയ്യാനുള്ളത് ആരെയാണ്? നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യന്മാരെയാണ്. ഓക്കെ, ആ മനുഷ്യന്മാരെ നമ്മൾ വെറുപ്പിക്കാതെ ആ മനുഷ്യന്മാരിൽ നല്ല മനുഷ്യന്മാരായിട്ടുള്ള ആളുകളെ നമ്മൾ കൂടെ നിർത്താൻ നമ്മൾ ശ്രമിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നന്നാവുക എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സർവൈവൽ അത് എളുപ്പമായി മാറും. അതാണ് ഉണ്ടാവുക. മനുഷ്യനൊരു സോഷ്യൽ ബീയിങ് ആണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ എല്ലാവരെയും പറ്റിക്കുകയും നമ്മളിങ്ങനെ എന്താ പറയുക ആളുകളെ ഉപദ്രവിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആളുകൾ അകറ്റും അല്ലേ? അതേസമയം നമ്മൾ ഒരു പരസ്പര സഹായത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടീം പ്ലെയർ എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ അവരുടെ ഭാഗമായിട്ട് മാറും. അപ്പോൾ വിഭവങ്ങൾ പങ്കുവെക്കുന്ന സമയത്ത് അത് അവർ ഷെയർ ചെയ്യും. ഇപ്പോൾ നമ്മളിവിടെ റൺ ചെയ്യുന്ന ഈ ഒരു വയനാട് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഫണ്ട് റൈസിങ് പോലും ഇത് ഒരാളല്ലല്ലോ ഇട്ടിരിക്കുന്നത്, അതിനകത്ത് 160 ആളുകളാണ് ഇട്ടിരിക്കുന്നത്. ആ ആളുകൾ ചെയ്യാൻ കഴിവുള്ള ആളുകൾ അത് ചെയ്യുന്നു, അതല്ലേ സംഭവിക്കുന്നത്. അതിൻ്റെ ഗുണം ആർക്കാണ്? ചിലപ്പോൾ ഒരാൾക്കല്ലേ നമ്മളിത് കൊടുക്കാൻ പോകുന്നത്, ഒരാളുടെ വീട് വെച്ച് കൊടുക്കാനല്ലേ നമ്മൾ പോകുന്നത്. അയാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കാത്ത കാര്യമായിരിക്കും. 5 സെൻറ്റ് സ്ഥലം ഓൾറെഡി ഒരാൾ നമുക്ക് പ്ലഡ്ജ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളെ കൊണ്ടാവുന്ന ഒരു എമൗണ്ട് കൂടി സ്വരൂപിച്ച് അത് കൊടുത്ത് അവർക്ക് ഇഷ്ടമുള്ള പോലെ ഒരു വീടുണ്ടാക്കാൻ സാധിച്ചാൽ അത് ഒരാളുടെ കുടുംബമല്ലേ രക്ഷപ്പെടുന്നത് എന്ന് പറഞ്ഞ പോലെ ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്കൈ ഡാഡി ഇല്ല, മനുഷ്യന്മാരേ ഉള്ളൂ എന്ന ഒരു കൃത്യമായ ബോധ്യം വന്നാൽ അതിൽ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ ആരും വെറുപ്പിക്കാതെ ഇരുന്നാൽ നമുക്കിവിടെ സർവൈവ് ചെയ്യാം. അതിന് ധൈര്യം നമുക്ക് തനിയെ വരും. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പറയൂ. കഴിഞ്ഞ വെള്ളിയാഴ്ച പത്താത് പറയണം ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചു. കേട്ടില്ല, എന്താ പറഞ്ഞ? കഴിഞ്ഞ വെള്ളിയാഴ്ച ഖത്തീബ് ജുമയ്ക്ക് മുമ്പ് പ്രസംഗം ഉണ്ടാവില്ലേ, ചോദിച്ച് ഇപ്പത്തെ ചെറുപ്പക്കാർ ദീനിന്ന് അകന്നു പോവുകയാണ്, ഒരു വെള്ളിയാഴ്ച നമ്മുടെ പിള്ളേർക്ക് സംശയങ്ങൾ മാറ്റാൻ വേണ്ടി ഒരു അവസരം കൊടുക്കണം. ഇത് പള്ളിയിൽ പറഞ്ഞാണോ? പള്ളി പറഞ്ഞാണ്, ജുമക്ക് പറഞ്ഞതാണ്. അത് കേട്ടപ്പോ ഒരു സന്തോഷം തോന്നി. ഇനിയിപ്പോ ചുറ്റിരിക്കണവരൊക്കെ ഇങ്ങനെ എക്സ്ക്ലൂസീവാണെന്ന് അറിഞ്ഞൂടല്ല. അതെ അതെ, അല്ല അതിപ്പോ നമ്മളെ വിളിക്കാറുള്ള ചില ഉസ്താദുമാരുണ്ടെന്നേ, അതായത് ഖത്തീബ് പള്ളിയിൽ നിസ്കാരത്തിനൊക്കെ നേതൃത്വം, അവർക്ക് പുറത്ത് പറയാൻ പറ്റില്ല, അവര് വിശ്വാസമില്ല, പക്ഷെ ജീവിക്കാനുള്ള വഴി കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രം ഇന്ന് നിസ്കാരത്തിന് ഇമാമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശ്വാസികളെ അറിയാൻ വേണ്ടി പറയാണ്, നിങ്ങൾ തുടർന്ന് നിസ്കരിക്കുന്ന ഇമാം ഒരു എക്സ് മുസ്ലിം ആകാനും സാധ്യതയുണ്ട്. 50-50 ആണ് ഇപ്പോഴത്തെ ചാൻസ്. ഇതുപോലെ ഒരാളുമായിട്ട് ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്കിന് എന്തോ ഇങ്ങനെ ബന്ധപ്പെട്ട് സംസാരിച്ച് ഇതിലേക്ക് എത്തിയപ്പോ പുള്ളിക്ക് വിശ്വാസം പോയി. പുള്ളി പറഞ്ഞു അപ്പൊ ഇതിന് നമ്മളൊരു നല്ല ചേഞ്ച് എപ്പോഴാണ് കാണാൻ പറ്റുന്നത്? നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ഒരു എഫക്ട്? എനിക്ക് എന്റെ ജൂനിയേഴ്സ് കുറെ പേര് ഇത് വിട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അവര് നേരത്തെ തന്നെ ഇല്ലാതിരുന്നു. ഞാൻ നല്ല വിശ്വാസിയായിരുന്നു ആ ടൈമില്. ഒരു 8 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഞാൻ ശരിക്കും വിട്ടിട്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നമുക്കറിയാലോ. ഒരു 8 മാസമൊക്കെ നമ്മൾ എടുക്കും ശരിക്കും ഇതിൽ നിന്ന്. നിങ്ങൾക്ക് ഈ സൂയിസൈഡൽ തോട്ട്സ് വരാനുള്ള കാരണം? അത് നമ്മള് ജസ്റ്റ് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടൊന്നും അല്ലല്ലോ, ജസ്റ്റ് ഇത് കണ്ടിട്ട് നമ്മളിത് ഭയങ്കര ഷോക്കിംഗ് ആയി പോയത്. ശരി. പെട്ടെന്നുണ്ടാകുന്ന ഒരു ശൂന്യത, ഭയങ്കര ഒരു ശൂന്യതയാണല്ലോ അത് ഉണ്ടാക്കുന്ന ഒരു. അത്യാവശ്യം കുറച്ചുള്ളൂ, ലിമിറ്റഡ് ആണ്. സോഷ്യൽ മീഡിയ ഒന്നും അധികം ഉപയോഗിക്കാറില്ല? സോഷ്യൽ മീഡിയ ഉപയോഗിക്കും. ശരി, എന്തായാലും ഇപ്പോൾ സർവൈവ് ചെയ്യുന്നുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ?
ഇല്ല ഇല്ല. എന്തായാലും വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ പോവുക. എന്തെങ്കിലും സാധനങ്ങളൊക്കെ ശ്രദ്ധയിൽ പെടുമ്പോൾ അത് ഒളി ക്യാമറ എടുത്ത് റെക്കോർഡ് ചെയ്ത് നമുക്ക് അയച്ചു തരാം. ഓക്കെ. അല്ല, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താറുണ്ട്. ആണോ? തിരുത്താനൊന്നും അടി വാങ്ങിക്കാൻ നിൽക്കണ്ട. അല്ല, അങ്ങനെ ഡയറക്റ്റ് അല്ല, എന്തെങ്കിലും ജസ്റ്റ് ഒരു സൂചന കൊടുക്കുന്ന രീതിയിൽ. ഓക്കെ. അപ്പൊ എന്താ അവരുടെ എന്നിട്ടല്ല, ഇതില് വിശ്വാസത്തിലേക്ക് സൂചന കൊടുക്കണം. ഓക്കെ. ഓക്കെ. എന്തായാലും ഇതുപോലെ എന്തെങ്കിലും കാണുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇനി കാണുമ്പോൾ റെക്കോർഡ് ചെയ്ത് അയച്ചു തരാം. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു സർ. ശരി, ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പോൾ ഇത് ലാസ്റ്റ് കോളറായിരുന്നു. ഇനി നമുക്ക് അടുത്ത ദിവസം നമുക്ക് തുടരാം. സോ അപ്പം ഇനി കോൾ എടുത്താൽ നീണ്ട് അങ്ങ് പോവും. അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് വൈകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നീട്ടുന്നില്ല. ഈ വിഷയങ്ങൾ ഇപ്പോൾ ഇന്ന് സംസാരിച്ച ആളുകൾ, ഞാൻ വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ അങ്ങനെ പറയുമ്പോൾ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്തായാലും നിരന്തരം ആളുകൾ നമ്മളെ കിട്ടാൻ വേണ്ടി വിളിക്കുമ്പോൾ അതിലൊരു കുറച്ച് പേർക്കെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ഈ ഒരു അവസരം നമ്മൾ നീക്കി വെക്കുന്നത്. അപ്പോൾ എന്തായാലും പരമാവധി നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. അപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും ലൈവ് ഉണ്ടാവും. ആ ലൈവുള്ള സമയങ്ങളിൽ അതിൻ്റെ അവസാനം ഇങ്ങനെ ഒരു ഫോൺ ഇൻ ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തയ്യാറായിട്ടിരിക്കുക. എപ്പോഴും ഈ നമ്പർ നിങ്ങൾ ഓർമ്മ വെച്ചിരിക്കുക. അതായത് 9072555001. ഇത് നിങ്ങൾ ഫോണിൽ സേവ് ചെയ്ത് വെച്ചേക്കുക. സമയം ആവുമ്പോൾ നിങ്ങൾ വിളിക്കുക, അത് ലൈവ് അവസാനിക്കുന്ന സമയമാകുമ്പോൾ. സോ നമുക്ക് വീണ്ടും മറ്റൊരു വിഷയവുമായിട്ട് നാളെ മിക്കവാറും നമ്മളെ പ്രവീൺ രവിയുമായിട്ട് ചേർന്നിട്ട് നമ്മളുടെ ഈ ജാതി സംവരണം അതുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയം, ഈ ജാതിവാദികളുടെ ഈ ഇരട്ടത്താപ്പും അവരുടെ ആ ഒരു തെണ്ടിത്തരം, അവർ മുന്നോട്ട് വെക്കുന്നൊരു തെണ്ടിത്തരമുണ്ട്. ഇവിടുത്തെ ദളിത് ആക്ടിവിസ്റ്റുകൾ, അതുപോലെ അംബേദ്കറിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കെട്ടുകാഴ്ച ഉണ്ടാക്കി നടക്കുന്ന ആളുകളുടെ തനി നിറം അതെന്താണ് നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. അത് വെളിച്ചത്ത് വരുന്ന ഒരു വിഷയമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു ഹർത്താൽ പോലും. അപ്പോൾ യഥാർത്ഥത്തിൽ ജാതിബോധവും ഈ ഉച്ചനീചത്വവും അതുപോലെ അത് വെച്ചുകൊണ്ടുള്ള മുതലെടുപ്പും ആ ഡിസ്ക്രിമിനേഷൻ പോലും ഇവിടെ നിലനിർത്തണം എന്ന ആ ഒരു ചിന്ത അതാർക്കാണുള്ളത്, അത് യഥാർത്ഥത്തിൽ ആരാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരും. അപ്പോൾ ഒരു ചെറിയൊരു ഡിസ്കഷനായിട്ടാണ് നമ്മളുടെ മിസ് ഇന്ത്യ കോൺടെസ്റ്റ് വരുമ്പോൾ അതിനകത്ത് പോലും OBC-ക്കാരില്ല എന്നൊക്കെ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ഊളത്തരവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിനോടൊക്കെ നമ്മൾ എന്താ പറയേണ്ടത്? അപ്പോൾ എന്തായാലും അത് നമ്മളൊന്ന് ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നാളെ നമുക്കതുമായിട്ടിരിക്കാം. സോ ഇന്ന് നമുക്ക് പിരിയാം. ചെറിയൊരു അശോകന് ക്ഷീണം അല്പമുണ്ട്, അതുകൊണ്ടാണ്. സോ നമുക്ക് അടുത്ത ദിവസം കാണാം. ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.